Good morning, all. Is the video clear? Yes. So, good morning, Aradi, Sri Lakshmi, Bhavana, Ashish, Lakshmi, Sachin. Good morning, others. So, can we start our session? Okay. So, let us first of all recap what was done in the last 2 days. Then we'll continue with the remaining session. So, we started our FR by discussing what is Ind AS and how it is different from accounting standard. So, one major point of difference that we highlighted was substance over form, isn't it? One major point of difference is substance over form. So it's a recap session. I would request if anyone can help me out during the recap session. The session would be more interactive. So can anyone please unmute yourself and help me out? Anyone who's willing to help by unmuting yourself? Ashish, is that possible for you? One second. Uh, Understood. Okay. Any other person?
നിങ്ങളുടെ അവിടുത്തെ നെറ്റ്വർക്കിനെ പറ്റി നിങ്ങൾക്കേ അറിയുള്ളൂ. സ്റ്റേബിൾ ആയിട്ടുള്ള നെറ്റ്വർക്ക് ആർക്കെങ്കിലും ഉണ്ടോ? റീക്യാപ്പും അവസാനത്തെ വൈൻഡിങ് അപ്പും ജസ്റ്റ് ഇന്ററാക്റ്റീവ് ആയിട്ട് ചെയ്യാമെന്നാ വിചാരിക്കണേ. ഓക്കെ, ഹലോ സർ. പറ ആരതി. ഓക്കെ, ചെയ്യാം. ഓക്കെ സർ. അവിടെ നെറ്റ്വർക്ക് എങ്ങനെയാ? സ്റ്റേബിൾ ആണോ നിന്റെ അവിടെ? ഓക്കെ ആണ് സർ. ഓക്കെ, സോ വൺസ് അഗൈൻ. ഓക്കെ, അപ്പോ വി അണ്ടർസ്റ്റുഡ് ദാറ്റ് സബ്സ്റ്റൻസ് ഓവർ ഫോമിന് നല്ല നല്ല രീതിയിലുള്ള ഇമ്പോർട്ടൻസ് ഏത് സ്റ്റാൻഡേർഡിലുണ്ട്? ഇൻഡ് ASലുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ എടുത്ത ഏതൊക്കെയാണ്? സബ്സ്റ്റൻസ് ഓവർ ഫോം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്ത എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഇർറിഡീമബിൾ പ്രിഫറൻസ് ഷെയർ. നമ്മൾ ഒന്ന് ഒത്തിരി ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിനെ പറ്റി ഡിസ്കസ് ചെയ്തു. ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ഉള്ളില് ഒരു ഫൈറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഏത് ഫൈറ്റ് ആണ്? ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ഉള്ളിൽ ഒരു ഫൈറ്റ് ഉണ്ട്. ഇതാണോ അതാണോ എന്നുള്ളൊരു ഫൈറ്റ്. എന്ത് ഫൈറ്റ് ആയിരുന്നു സാർ? അതിനെ ലയബിലിറ്റി ആക്കണോ അതോ അതിനെ ഇക്വിറ്റി ആക്കണോ? ഇതായിരുന്നു ഫൈറ്റ്. ഇൻസ്ട്രുമെന്റിന്റെ നേച്ചർ എന്താണ്? പേരില് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്നാണ്, കമ്പനീസ് ആക്ടിന്റെ ഉള്ളിൽ ക്യാപിറ്റൽ എന്നാണ്. ബട്ട് ഇൻഫാക്ട് അത് ക്യാപിറ്റൽ ആണോ അതോ അത് ലയബിലിറ്റി ആണോ? ഇങ്ങനത്തെ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു, ശരിയല്ലേ? അതെ സർ. അപ്പൊ ആ ഫൈറ്റിനെ എക്സ്പോസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇത്തിരി എക്സാമ്പിൾസ് എടുത്തു. അപ്പൊ നമ്മൾ പറയുവാണ്, എന്താ പറഞ്ഞത് സാർ? ഒരു കോൺട്രാക്ട് പ്രകാരം if there is an obligation to pay ക്യാഷ് കൊടുക്കാനുള്ള ഒരു ബാധ്യത നമ്മുടെ കമ്പനിയുടെ തലയ്ക്ക് മേലിലുണ്ടെങ്കിൽ അത് ഇൻഫാക്ട് ലയബിലിറ്റി ആണ്, അല്ലേ? പക്ഷെ കാശ് കൊടുക്കാൻ ഒരു ബാധ്യതയും ഇല്ലെങ്കിലോ ഒരു കോൺട്രാക്ട് പ്രകാരം there is no obligation at all. There is no obligation. കാശൊന്നും കൊടുക്കാനുള്ള ഒബ്ലിഗേഷൻ ഇല്ല. ഇതാണ് ഇർറിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്, അല്ലേ? അതെ സർ. ഇർറിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. അപ്പൊ ഇർറിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ ഒബ്ലിഗേഷൻ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇക്വിറ്റിയാണ്. അല്ലെങ്കിൽ സർ there is obligation. എന്തിനുള്ള ഒബ്ലിഗേഷൻ? സർ there is an obligation to issue. ഇവിടെ ഞാൻ ഇന്നലെ ഒരു പോയിന്റ് എഴുതിയിരുന്നു, ഫിക്സഡ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. എന്താ ഫിക്സഡ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്? ടു ഇഷ്യൂ ഫിക്സഡ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ രണ്ട് കണ്ടീഷൻ ഏതെങ്കിലും ഒരെണ്ണം, ഒരു കോൺട്രാക്ട് പ്രകാരം ഒരു ഒബ്ലിഗേഷനും ഇല്ലെങ്കിൽ അത് ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ് ആണ്. ഒരു കോൺട്രാക്ട് പ്രകാരം ഒബ്ലിഗേഷൻ ഉണ്ട്, കാശ് കൊടുക്കാനുള്ള ഒബ്ലിഗേഷൻ ഒന്നും അല്ല, ഫിക്സഡ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് കൊടുക്കാനുള്ള ഒബ്ലിഗേഷൻ ആണെങ്കിൽ ഇതിനെ നമുക്ക് എന്തായിട്ട് തരംതിരിക്കാം? ഇതൊരു ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ് ആണ്. ഇസ് ദാറ്റ് ഓക്കേ? ഓക്കേ സർ. അതുകൊണ്ടാണ് നമ്മൾ രണ്ട് എക്സാമ്പിൾ എടുത്തത്. ഏതൊക്കെ രണ്ട് എക്സാമ്പിൾ എടുത്തത്? വി സെഡ് ദാറ്റ് സർ ഇർറിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഇറ്റ്സ് എൻ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്. അതുപോലെ തന്നെ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ ഇസ് ഓൾസോ ഇക്വിറ്റി. കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ ഇസ് ഓൾസോ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്. ഇസ് ദാറ്റ് ഓക്കേ? ഓക്കേ സർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സർ ഒരു കോൺട്രാക്ടിന്റെ ഉള്ളില് ഈ രണ്ട് ചേരുവകളും ഉണ്ടെങ്കിലും, അസ്യൂം ദാറ്റ് ഒരു കോൺട്രാക്ടിന്റെ ഉള്ളില് there is a contract which has both ഒന്ന് obligation to pay cash, വേറെ ഒന്ന് say obligation to issue equity. വെറുതെ ഇക്വിറ്റി പറയരുത്. ആദ്യമേ തന്നെ ആ ഒരു ഹൈലൈറ്റ് ചെയ്തു തരുവാണ്, വെറുതെ ഇക്വിറ്റി ഷെയർ അല്ല. എന്താ? ഫിക്സഡ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ. ഇപ്പൊ മനസ്സിലേക്ക് ഡൗട്ട് വരും, എന്തുകൊണ്ടാണ് സാറ് ഫിക്സഡ് ഹൈലൈറ്റ് ചെയ്ത് പറയണേ? അത് ക്ലിയർ ആയിട്ട് അതിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻ തരാം, ബട്ട് നോട്ട് ഇൻ ദിസ് സെഗ്മെന്റ്. ഫോർ ദാറ്റ് വി ഹാവ് ടു കം ടു വിച്ച് സ്റ്റാൻഡേർഡ്?
ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡിലോട്ട് നമ്മൾ കിടക്കണം. ഇപ്പൊ സൂപ്പർഫിഷ്യൽ ആയിട്ട് ഡിസ്കസ് ചെയ്യണത്. ഇപ്പൊ തൽക്കാലം ഇത് മതി, ഫിക്സഡ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ചേരുവകളും ഒരു കോൺട്രാക്റ്റിൽ ഉണ്ടെങ്കിലോ അതിന്റെ നേച്ചർ എന്താ? നീ അതിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യും? ആ കോൺട്രാക്റ്റിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് ക്ലാസിഫൈ ചെയ്യുക, അല്ലെ? അതെ സർ. കോമ്പൗണ്ട് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ സർ അത് ഡബിൾ റോള് കളിക്കേണ്ടത്. അതിൽ ലയബിലിറ്റി എന്ന് പറഞ്ഞൊരു കോമ്പണന്റും ഉണ്ട്, അതിൽ ഇക്വിറ്റി എന്ന് പറഞ്ഞൊരു കോമ്പണന്റും ഉണ്ട്. അപ്പൊ 100% അത് ലയബിലിറ്റി അല്ല, 100% അത് ഇക്വിറ്റി അല്ല. അതിൽ ഒരു ഭാഗം ലയബിലിറ്റിയും വേറൊരു ഭാഗം ഇക്വിറ്റിയുമാണ്. ശരിയല്ലേ? അതെ സർ. അപ്പൊ ഇത് ഒരു സബ്സ്റ്റൻസ് ഓവർ ഫോമിന്റെ ഒരു ഡിസ്കഷൻ ആണ് നമ്മൾ നടത്തിയത്. കോൺട്രാക്ടിന്റെ ആ സബ്സ്റ്റൻസ് ഓഫ് ദി കോൺട്രാക്ട് എന്താണ്? വെറുതെ പേര് വിളിക്കുന്ന പോലെ ഡിബെഞ്ചർ എന്ന് പേര് വിളിക്കുമ്പോൾ തന്നെ ഡിബെഞ്ചറിനെ ലയബിലിറ്റി ആയിട്ട് മനസ്സിൽ ചിത്രീകരിക്കരുത്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്നുള്ള പേര് വിളിക്കുമ്പോൾ തന്നെ ഇത് ഇക്വിറ്റി ആണെന്ന് മനസ്സിൽ സങ്കല്പിക്കരുത്. അതിന്റെ കോൺട്രാക്ടിന്റെ ഉള്ളിൽ എന്താണ് എഴുതിയേക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അതിന്റെ നേച്ചറിനെ നമ്മൾ അവസാനം തരംതിരിക്കാൻ. ഹാവ് യു അണ്ടർസ്റ്റുഡ് ദിസ്? യെസ് സർ. അപ്പൊ ഇതൊന്ന്. രണ്ട്, നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു സർ? രണ്ട് പറഞ്ഞത് ഞാൻ പറഞ്ഞു സർ, നമ്മൾ ബിസിനസ് കോമ്പിനേഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ അമാൽഗമേഷൻ നടക്കുമ്പോൾ, അല്ലെ, വെറുതെ എ ലിമിറ്റഡ് ടുക്ക് ഓവർ ബി ലിമിറ്റഡ്, അല്ലെങ്കിൽ എ ലിമിറ്റഡ് ഇസ് വൗണ്ട് അപ്പ് ആൻഡ് ന്യൂ എ ലിമിറ്റഡ് ഇസ് ബീൻ ക്രിയേറ്റഡ് എന്ന് പറഞ്ഞ് ദർ ഇസ് എ അക്വിസിഷൻ ഹാപ്പനിങ്. ഒരു കമ്പനി വേറെ കമ്പനിനെ മേടിച്ചു എന്ന് വെറുതെ പറയരുത്. AS അങ്ങനെ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ഒരു അക്വിസിഷൻ ആയിട്ടാണ് വയ്ക്കുന്നത്, അല്ലെ? പുതിയ കമ്പനി പഴയ കമ്പനിനെ മേടിച്ചു. പക്ഷെ ഇവിടെ ഒരു ഡീറ്റെയിലിംഗ് പോകുന്നുണ്ട്. അവരൊരു പോയിന്റ് കൂടി പറയുന്നുണ്ട്. സർ, ഇങ്ങനെ നടക്കുമ്പോൾ is that a common control transaction? Is that a common transaction? Control transaction. അപ്പൊ എന്തായിരുന്നടാ കോമൺ കൺട്രോൾ ട്രാൻസാക്ഷൻ? പേര് തന്നെ ഉണ്ട്. ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ ഷോർട്ട് ആയിട്ട്? what do you mean by common control transaction? So A acquires B. But external reconstruction ആണെങ്കിൽ A എന്ന കമ്പനിയാണ് മാറുന്നുള്ളൂ, ലീഗൽ ഫോം മാറുന്നില്ല. മിസ്റ്റർ എ ആണ് ഓണർ എങ്കിൽ ബിയുടെയും ഓണർ മിസ്റ്റർ എ ആയിരിക്കും. പക്ഷെ എൻറ്റിറ്റി വൈസ് ബി എന്ന ഒരു എൻറ്റിറ്റി ചിലപ്പോ വരാം. അപ്പൊ ലീഗൽ ഫോമിലെ മാറ്റമുള്ളൂ, അങ്ങനെ പറയാം. ലീഗൽ ഫോമിൽ മാറ്റമുണ്ട്. പണ്ട് എ എന്ന് പറഞ്ഞ സ്ഥാപനമാണ്. ഇപ്പോൾ കമ്പനീസ് ആക്ടിൽ നോക്കിക്കഴിഞ്ഞാൽ, രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ നോക്കിക്കഴിഞ്ഞാൽ ബി എന്ന് പറഞ്ഞ സ്ഥാപനമാണ്. പക്ഷെ അതിന്റെ ഉള്ളിലുള്ള ഓണേഴ്സ് ഒന്നാണ്, അല്ലെ? അതല്ല, അങ്ങനെയല്ലേ പറയണ്ടേ? ലീഗലി വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും അതിന്റെ ഉള്ളിലുള്ള ഓണേഴ്സ് എക്സാക്ട്ലി സെയിം ആണ്, കോമൺ കൺട്രോൾ ആണ്. അപ്പൊ ആക്ച്വലി എ ബിനെ അക്വയർ ചെയ്തിട്ടില്ല സർ, ഒന്ന് തന്നെയാണ്. ചെറിയ കോസ്മെറ്റിക്കൽ ആയിട്ട് ഇത്തിരി മാറ്റം വന്നു എന്ന് മാത്രം. വ്യക്തി ഒന്ന് തന്നെ, ഒന്ന് കോസ്മെറ്റിക്കൽ ചെറിയൊരു സർജറി ചെയ്തു, ഇത്തിരി ഭംഗി വെച്ചെന്ന് മാത്രം, അല്ലെ? അതെ സർ. അല്ലെങ്കിൽ ഒന്ന് ബ്യൂട്ടി പാർലറിൽ പോയെന്ന് മാത്രം, ആള് മാറിയിട്ടില്ല. ഓക്കെ സർ. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഗസറ്റഡില് പേര് കൊടുത്ത് പേര് മാറ്റി, ആള് ഒന്ന് തന്നെ, അവർക്ക് ഫസ്റ്റ് പേര് ഇഷ്ടമായില്ല, ഗസറ്റിൽ പേര് കൊടുത്തു, പേര് മാറ്റി. ഓക്കെ? സോ ഇറ്റ്സ് എ കോമൺ കൺട്രോൾ ട്രാൻസാക്ഷൻ. അപ്പൊ വെറുതെ എ ലിമിറ്റഡ് ടുക്ക് ഓവർ ബി ലിമിറ്റഡ് എന്ന് പറഞ്ഞ് അയ്യോ അപ്പൊ ബി ലിമിറ്റഡ് പൂട്ടി പോവല്ലേ, എ ലിമിറ്റഡ് ബിനെ മേടിച്ചില്ലേ എന്ന് നോക്കരുത്. അതിന്റെ ഉള്ളില് ഓണർഷിപ്പ് ആരുടെ കയ്യിലാണ് കൺട്രോൾ എന്ന് നോക്കിയിട്ട് തീരുമാനിക്കണം. ഇതൊരു എക്സാമ്പിൾ വേറെ പറഞ്ഞു. ക്ലിയർ അല്ലേ? പിന്നെ വേറൊരു പോയിന്റ് കൂടി പറഞ്ഞത്, ബിസിനസ് കോമ്പിനേഷനിൽ തന്നെ ആരാണ് മേടിച്ചത്. വെറുതെ എ ടുക്ക് ഓവർ ബി എന്ന് പറഞ്ഞ് ചാടിക്കേറി എ അക്വയർഡ് ബി എന്ന് ആവരുത്. ചിലപ്പോൾ ആ ബിന്റെ ഷെയർ ഹോൾഡേഴ്സ് എയിലേക്ക് വന്നാൽ അവർക്ക് എന്താ പറയാ, ചിലപ്പോൾ കൺട്രോൾ കിട്ടിയെന്നിരിക്കും. കൂടുതൽ ഷെയർസ് ബിന്റെ ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിലാണെങ്കിൽ ആക്ച്വലി ഇറ്റ് ഇസ് ബി ഈസ് ടേക്കിംഗ് ഓവർ എ. അങ്ങനെയും ആവാൻ പാടില്ലേ? അതെ സർ. നമ്മളൊരു എക്സാമ്പിൾ എടുത്തിരുന്നു. എന്തായിരുന്നു എക്സാമ്പിൾ? സേ എ ഉണ്ടായിരുന്നു, ബി ഉണ്ടായിരുന്നു. എന്റെ ഷെയർ ഹോൾഡേഴ്സ് 50 പേരുണ്ടെന്ന് വെക്കും, 50 ആൾക്കാരുണ്ട്, 50 ഷെയർസ് ഉണ്ട്. ബിന്റെ ഷെയർ ഹോൾഡേഴ്സ് സേ അസ്യൂം ദാറ്റ് ഇവിടെയും 50 പേരുണ്ടെന്ന് വെക്ക്. ക്ലിയർ ആണോ? പക്ഷെ എ ടുക്ക് ഓവർ ബി അവര് സ്വാപ്പ് റേഷ്യോ കൊടുത്തത് 2 for every 1 ഷെയർ. അപ്പൊ ബിന്റെ ഷെയർ ഹോൾഡറിനെ നിങ്ങളുടെ കമ്പനിയിലേക്ക് നിങ്ങൾ ക്ഷണിക്കുവാണ്. അപ്പൊ അവര് എവിടേക്ക് വരും? എന്റെ കമ്പനിയിലേക്ക് വരും, അല്ലേ?
പക്ഷെ അതെ, sir. അവർക്ക് 50 ഷെയർ ആണോ കൊടുത്തത്? 2 for 1 എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന എത്ര ഷെയർ ആയി? 100 ഷെയർ അല്ലേ? അതെ, sir. അപ്പൊ എ എന്ന് പറഞ്ഞ കമ്പനി, ഇപ്പൊ ബി എന്ന് പറഞ്ഞ കമ്പനി ലീഗലി ഈ കമ്പനി ഇപ്പൊ എക്സിസ്റ്റിംഗ് അല്ല, ഇത് കൂട്ടിപ്പോയി, ലിക്വിഡേറ്റ് ആയി. ആ പറഞ്ഞ ഷെയർ ഹോൾഡേഴ്സ് കൂടുവിട്ട് കൂടുമാറി, മറ്റേ വീട്ടിൽ നിന്നും അവർ ഈ വീട്ടിലേക്ക് വന്നു. ഇപ്പൊ എന്റെ ചോദ്യം, ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്ന കമ്പനി ഏതാ? എ ആണ്, sir. എ ലിമിറ്റഡ്. ഇതില് ഇപ്പോൾ അധികാരം ആരുടെ കയ്യിലാണ്? ബി ലിമിറ്റഡ്. യെസ്, ബി ലിമിറ്റഡ് അല്ല, ബിന്റെ ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ അല്ല, ഷെയർ ഹോൾഡർ. മിസ്റ്റർ ബിന്റെ കയ്യിൽ എന്ന് പറയും. അപ്പൊ ഐഡിയലി നോക്കിക്കഴിഞ്ഞാൽ ആരെ അക്വയർ ചെയ്തത്? എ എന്ന് പറഞ്ഞ വ്യക്തി ബി എന്ന് പറഞ്ഞ കമ്പനീനെയാണ് അക്വയർ ചെയ്തത്. അത് ഇൻഡയറക്ട്ലി ബി എന്ന് പറഞ്ഞ വ്യക്തി എയിനെ തന്നെയാണ് അക്വയർ ചെയ്തത്. ബി എ ആണ് സർ അക്വയർ ചെയ്തത്. ബി എയിനെയാണ് അക്വയർ ചെയ്തത്. ബി നോക്കിക്കഴിഞ്ഞാൽ ഇൻഡയറക്ട്ലി ലൈക്ക് ബി ലിമിറ്റഡ് അക്വയറിംഗ് എ ലിമിറ്റഡ്, isn't it? അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് അക്വിസിഷൻ. എന്താണ്? റിവേഴ്സ് അക്വിസിഷൻ. പണ്ട് ഇന്റർമീഡിയറ്റിൽ അമാൽഗമേഷൻ പഠിച്ചപ്പോൾ നമ്മൾ ഇങ്ങനെ വല്ലതും നോക്കാറുണ്ടോ? നമ്മൾ ഇങ്ങനെ ട്രൂ ഓണർഷിപ്പ് ആരുടെ കയ്യിലാണെന്ന് എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ? ഇല്ല സർ. നമ്മൾ വെറുതെ ക്വസ്റ്റ്യനിലെ എ ലിമിറ്റഡ് ടുക്ക് ഓവർ ബി എന്ന് പറഞ്ഞാൽ എ ഇസ് ദി പർച്ചേസിംഗ് കമ്പനി, ബി ഇസ് ദി സെല്ലിംഗ് കമ്പനി, അങ്ങനെയല്ലേ അക്കൗണ്ട് ചെയ്യാറുള്ളത്? അതെ സർ. വെറും ലീഗൽ ഫോം മാത്രം നോക്കിയിട്ടാണ് നമ്മൾ അക്കൗണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇൻഡ് AS പറയുവാണ് വെറുതെ ലീഗൽ ഫോം മാത്രം നോക്കല്ലേ, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് ഒന്ന് കടന്ന് ചിന്തിക്കണം. ഇസ് ദാറ്റ് ഓക്കെ? സബ്സ്റ്റൻസും കൂടി ഒന്ന് നോക്കണം. അപ്പൊ തന്നെ നിനക്കൊരു കാര്യം പറയും, ഈ റിവേഴ്സ് അക്വിസിഷൻ വരണമെങ്കിൽ PC എങ്ങനെ കൊടുത്താലാണ് റിവേഴ്സ് അക്വിസിഷൻ വരിക? PC ഏത് രീതിയിൽ കൊടുത്താലാണ്, കൺസിഡറേഷൻ ഏത് രീതിക്ക് കൊടുത്താലാണ് റിവേഴ്സ് അക്വിസിഷന് ഒരു സാധ്യത തന്നെ ഉണ്ടാവുള്ളൂ? അതർ ദാൻ ക്യാഷ്, ലൈക്ക് ഇക്വിറ്റി ആയിട്ട് കൊടുക്കണം. ഷെയർസ് ഇക്വിറ്റി ആയിട്ട് കൊടുക്കണം. ഷെയർ ആയിട്ട് കൊടുത്താൽ അസ്യൂം ദാറ്റ് ഇവർക്ക് കാശ് കൊടുത്താൽ മേടിച്ചെങ്കിൽ പിന്നെ എന്റെ കമ്പനിയിൽ എ മാത്രമേ ഉണ്ടാവുള്ളൂ, മറ്റേ ആൾക്കാർ ഉണ്ടാവില്ല, അല്ലേ? അപ്പോ whenever PC is given in shares, we should always check for reverse acquisition. PC ഷെയർസിലാണ് കൊടുക്കുന്നതെങ്കിൽ അത് റിവേഴ്സ് അക്വിസിഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടില്ല എപ്പോഴും റിവേഴ്സ് അക്വിസിഷൻ ആവുന്നത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കഥയില് അസ്യൂം ദാറ്റ് ഷെയർ കൊടുത്തത് 1:2 ആയിരുന്നെങ്കിലോ, ബി എന്ന് പറഞ്ഞ ആൾക്കാർ നമ്മുടെ കമ്പനിയിലേക്ക് വരും, പക്ഷെ അവർക്ക് എത്ര ഷെയർസ് ഉണ്ടാവുള്ളൂ? 25 ഷെയർ ഉണ്ടാവുള്ളൂ, അല്ലേ? 25 ഷെയറേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എ ലിമിറ്റഡിന്റെ കയ്യിലുള്ള അധികാരം ആരുടെ കയ്യിൽ തന്നെ? മിസ്റ്റർ. അപ്പൊ ഇറ്റ് ഈസ് ആക്ച്വലി എ ലിമിറ്റഡ് ടുക്ക് ഓവർ ബി. പ്രോപ്പർ അക്വിസിഷൻ സാധാരണ രീതിയാണ്. എ ലിമിറ്റഡ് അക്വയർഡ് ബി തന്നെയാണ് കോൺസെപ്റ്റ്, അല്ലേ? ക്ലിയർ അല്ലേടാ? ഓക്കെ ആണ് സർ. അപ്പോ ഐ എം നോട്ട് സെയിങ് ദാറ്റ് whenever share is issued it is always reverse acquisition എന്നല്ല പറഞ്ഞത്. റിവേഴ്സ് അക്വിസിഷൻ ആണോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഏതാ കോൺസെപ്റ്റ്? സബ്സ്റ്റൻസ് ഓഫ് ദി ട്രാൻസാക്ഷൻ rather than ലീഗൽ ഫോം. വേറെ ഒരു എക്സാമ്പിൾ ഏതാ എടുത്തത്? ഞാൻ പറയുവാണ് ബില്ല് ഡിസ്കൗണ്ട് ചെയ്തു. എന്താ ബില്ല് ഡിസ്കൗണ്ട്? നമ്മൾ സാധാരണ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ 12 സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മുടെ ജേർണൽ എൻട്രി എന്താ? 100 രൂപയുടെ ബിൽ റിസീവബിൾ ഉണ്ടായിരുന്നു, നീ അത് ഡിസ്കൗണ്ട് ചെയ്തു ബാങ്കിന് 90 രൂപയ്ക്ക്. ജേർണൽ എൻട്രി എന്താ? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്. ബാങ്ക് കയ്യിലേക്ക് കാശ് വന്നു. എത്ര രൂപ വന്നു? 90 rupees. 90 രൂപ വന്നു, 90 റുപ്പീസ് വന്നു. ഡിസ്കൗണ്ട് നമുക്കൊരു ചെലവ് വന്നു, കാരണം നമ്മുടെ കയ്യിൽ നിന്നും അസറ്റ് 100 രൂപയുടെ പോയത്, അപ്പൊ 10 രൂപ ഡിസ്കൗണ്ട് ടു ബിൽസ് റിസീവബിൾ 100 റുപ്പീസ്. ഇതാണ് ജേർണൽ എൻട്രി പാസ് ചെയ്തത്, ശരിയല്ലേ? അതെ സർ. ഇനി ഈ ബില്ല് ഓണർ ആവുമ്പോൾ, ഓണർ മെച്യൂരിറ്റിയിൽ ഓണർ ആയി ചെയ്ത് കഴിഞ്ഞാൽ ജേർണൽ എൻട്രി എന്താ?
അസ്യൂം തരം 30 ദിവസം കഴിഞ്ഞു, ബാങ്കിന്റെ കയ്യിലാണ് ഇപ്പൊ ബില്ല്, ബാങ്ക് മറ്റേയാളുടെ കയ്യിൽ കൊണ്ടു കൊടുത്ത് കാശ് മാറി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബുക്കിൽ ജേർണൽ എൻട്രി എന്താ? ഡെറ്റർ ടു ബാങ്ക്. ഇല്ലടാ, നമുക്ക് നോ എൻട്രി. നമ്മുടെ ബുക്കിൽ അല്ല, ബാങ്കിന്റെ കയ്യിലുള്ള ബില്ല്, ബാങ്ക് കൊണ്ടേ കാശ് മാറ്റി എടുത്തത്, അയാളുടെ അസറ്റ് അയാൾ മാറ്റി എടുക്കരുത്, നമ്മൾ എന്തിനാ എൻട്രി? പക്ഷെ ഡിസോണർ ആയാലോ? ഡിസോണർ ആയാലോ? ഡെറ്റർ. നമ്മുടെ പണ്ടത്തെ ഡെറ്റേഴ്സ് റീഎസ്റ്റാബ്ലിഷ് ആവില്ലേ? അതെ സർ. അല്ലേ? അതെ സർ. ഡെറ്റേഴ്സ് 100, ബാങ്കിന് നമ്മൾ 100 രൂപ തിരിച്ചു കൊടുക്കേണ്ടി വരില്ലേ? യെസ് സർ. ക്ലിയർ അല്ലേ? യെസ് സർ. കാരണം ബാങ്ക് പറയും നിങ്ങൾ തന്ന പേപ്പറിന് വിലയില്ല, കാശ് 100 രൂപ കാശ് എന്ന് പറഞ്ഞ് തിരിച്ചു മേടിക്കില്ലേ? ഇതാണ് നമ്മുടെ 12th സ്റ്റാൻഡേർഡിന്റെ അക്കൗണ്ടിങ്. ബട്ട് ഇൻഡ് ASൽ ഇവരെങ്ങനെ ഇതിനെ കാണുന്നത്? ഇൻഡ് AS പറയുവാണ് ബില്ല് ഡിസ്കൗണ്ട് ചെയ്തു എന്ന് പറഞ്ഞ് ആ ബില്ലിനെ ബേസ് ചെയ്തിട്ടുള്ള റെസ്പോൺസിബിലിറ്റി മൊത്തം നിന്റെ തലേന്ന് പോയിട്ടുണ്ടോ? ഇല്ല സർ. കാരണം നാളെ ആ ബില്ല് ഡിസോണർ ആയി കഴിഞ്ഞാൽ ബാങ്ക് നിന്നെ കൊങ്ങയ്ക്ക് പിടിക്കില്ലേ? യെസ് സർ. അപ്പോ ബില്ലെന്ന് പറഞ്ഞ തലവേദന നിന്റെ തലേന്ന് പോയോ ഡിസ്കൗണ്ട് ചെയ്തപ്പോ? ഇല്ല. ഫിസിക്കലി ബില്ല് കയ്യിലില്ലാതെ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇപ്പൊ 90 രൂപ നമ്മൾ പ്ലെഡ്ജ് ചെയ്തിട്ട്, ആ ബില്ലെന്ന് പറയുമ്പോൾ ഗോൾഡ് ലോൺ എടുക്കുന്ന പോലെ നമ്മുടെ കയ്യിൽ സ്വർണ്ണമുണ്ട്, നമുക്കിപ്പോ കാശ് വേണം, നമ്മൾ ആ സ്വർണം ബാങ്കിൽ കൊണ്ടേ കൊടുത്തിട്ട്, നമ്മുടെ തന്നെ സ്വർണ്ണമാണ്, ബാങ്കിൽ കൊണ്ടേ കൊടുത്തിട്ട് കടം എടുക്കുന്ന പോലെയാണ് ബിൽ ഡിസ്കൗണ്ടിങ്. ഇസ് ദാറ്റ് ഓക്കെ? Okay sir. Bill discounting is nothing but a financial transaction. That is, you are taking a loan by pledging that particular instrument. അങ്ങനെയാണെങ്കിൽ ജേർണൽ എൻട്രി എന്താ? സർ, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് 90 രൂപ ടു ലോൺ എത്ര? 90 റുപ്പീസ്. ഓക്കെ ആണോ? അപ്പൊ എന്റെ ബാലൻസ് ഷീറ്റിൽ ഇപ്പൊ ഞാനൊരു ബാലൻസ് ഷീറ്റ് വരച്ചാൽ എങ്ങനെ ഇരിക്കും? ഇഫ് ഐ ഡ്രോ എ ബാലൻസ് ഷീറ്റ് റൈറ്റ് നൗ, എന്റെ ബുക്സിൽ ബിൽ റിസീവബിൾ ഉണ്ടാവും 100 രൂപ. എന്റെ ബുക്സിൽ പുതുതായിട്ട് ലോൺ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും, എത്ര? 90 രൂപ. എന്റെ ബുക്സിൽ ബാങ്കും ഉണ്ടാവും, എത്ര രൂപ? 90 രൂപ. ഓക്കെ ആണോ? ഓക്കെ സർ. അപ്പൊ ഞാൻ ബില്ലിനെ ഡീ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല, ബില്ലിനെ ബുക്സിൽ നിന്നും ഡീ റെക്കഗ്നൈസ് ചെയ്തില്ല. കാരണം എന്താ? സർ, റിസ്ക് ആൻഡ് റിവാർഡ് ഇസ് നോട്ട് ഫുള്ളി ട്രാൻസ്ഫേർഡ്. ഈ ബില്ലിനെ ബേസ് ചെയ്തിട്ടുള്ള റിസ്ക്കും റിവാർഡും ഫുൾ ആയിട്ട് നിന്റെ തലയിൽ നിന്നും പോയിട്ടില്ല. യു ആർ സ്റ്റിൽ റെസ്പോൺസിബിൾ. എന്തെങ്കിലും ബാഡ് ഈവന്റ് സംഭവിച്ചാൽ നിങ്ങളുടെ തലയിൽ തന്നെ വീഴും, ശരിയല്ലേ? അതെ സർ. യു ആർ നോട്ട് ഫുള്ളി ഫ്രീ ഫ്രം ഓൾ ദി റെസ്പോൺസിബിലിറ്റി. If you are not free from all the responsibility, then you cannot de-recognize that particular instrument. Is that point clear? Yes sir. ഇനി ഓണർ ചെയ്ത് കഴിഞ്ഞാൽ, അസ്യൂം ദാറ്റ് ബില്ല് ഓണറായി. ബില്ല് ഓണറായി എന്ന് പറഞ്ഞാൽ ഓക്കെ, എന്റെ തലയിൽ നിന്നും ആ റെസ്പോൺസിബിലിറ്റി അയാൾ പ്രോപ്പർ ആയിട്ട് കാശ് കൊടുത്തു, ബാങ്കിന് കൊടുത്തു. ഇനി ആരും നമ്മുടെ കൊങ്ങയ്ക്ക് പിടിക്കാൻ നിൽക്കുന്നില്ല, ശരിയല്ലേ? അതെ സർ. അപ്പൊ നമ്മുടെ ജേർണൽ എൻട്രി എന്താ? ഇപ്പോഴാണ് നമുക്ക് എല്ലാ തലവേദനയും ബില്ലെന്ന് പറഞ്ഞ സാധനം നമ്മുടെ ബുക്കിൽ നിന്നും പോയത്. എത്ര രൂപയുടെ? 100. ആ ലോൺ എന്ന് പറഞ്ഞ തലവേദനയും ഇനി ബാങ്കിന് കാശ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല സർ. ആ ഡിഫറൻസ് ആണ് ഇൻട്രസ്റ്റ്. 10 രൂപ. ആൻഡ് ഇൻട്രസ്റ്റ് സംതിങ്, ലോൺ എടുക്കുമ്പോൾ തന്നെ വരുന്ന ഒരു സാധനമാണോ ഇൻട്രസ്റ്റ്, അതോ ടൈം ബേസിൽ വരുന്ന ഒരു സാധനമാണോ ഇൻട്രസ്റ്റ്? ടൈം ബേസ് ആണ് സർ. അപ്പോ അപ്ഫ്രണ്ട് ആയിട്ടല്ല ഇൻട്രസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് റെക്കഗ്നൈസ് ഓവർ ദി പീരീഡ്. മനസ്സിലായോ? മറ്റേത് ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ ഡിസ്കൗണ്ട് എക്സ്പെൻസ് റെക്കഗ്നൈസ് ചെയ്യുന്നു. ഇതല്ല, ഇത് ലോൺ പോലെ ട്രീറ്റ് ചെയ്യുമ്പോൾ ലോൺ എടുക്കുമ്പോൾ 100 രൂപ 10 രൂപയുടെ ഇൻട്രസ്റ്റ് വരില്ല, അതൊരു 3 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷത്തേക്കാണ് ഇൻട്രസ്റ്റ് വന്നേക്കുന്നത്. ക്ലിയർ അല്ലേ? ആ എൻഡ് ഓഫ് ദി പീരീഡിൽ ഇൻട്രസ്റ്റ് വരും. ട്രൂ. അസ്യൂം ദാറ്റ് ഡിസോണർ ആയാലോ? വാട്ട് ഈസ് ജേർണൽ എൻട്രി? ഡിസോണർ ആയി കഴിഞ്ഞാലുള്ള ജേർണൽ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എനിക്ക് ലോൺ ബാങ്കിന് തിരിച്ചടക്കണ്ടേ? ലോൺ 90 രൂപ, ഇൻട്രസ്റ്റ് 10 രൂപ ടു ബാങ്ക്. എത്ര? ബാങ്കിൽ നിന്ന് എടുത്ത കടം ബാങ്ക് വിത്ത് പലിശ തിരിച്ചടച്ച പോലെ, ശരിയല്ലടാ? അതെ സർ. ഒരു എൻട്രിയും കൂടി വരും. ഇനി ബിൽ റിസീവബിൾ ഇല്ല, എനിക്ക് ഡെറ്റേഴ്സ് ടു ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ 100 റുപ്പീസ് കാണിക്കാം. ഓക്കെ ആണോ? യെസ് സർ. അപ്പൊ ഇതെല്ലാം ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മൾ ഡിസ്കഷൻ വരാനുണ്ട്. ബട്ട് സൂപ്പർവിഷൻ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഇസ് ഹൗ
വി കോൾ ഇറ്റ് ആസ് സബ്സ്റ്റൻസ് നോക്ക്, വെറുതെ ഫോം മാത്രം നോക്കല്ലേ. ഏകദേശം ഒരു ഐഡിയ കിട്ടിയോളാം. ഓക്കെ, അപ്പൊ ഇതൊരു ആസ്പെക്ട് ആണ്. അപ്പൊ ഇതിന് ഇത്രയും കൂടി നല്ല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ആ പ്രിഫറൻസ് ഷെയർസിന്റെ കഥയൊക്കെ നമ്മൾ ഇത്രയും കൂടിയും ഒന്ന് ഡിഗ് ചെയ്യാൻ നോക്കി, ഇത്രയും കൂടി നമ്പർ ക്രഞ്ചിങ് ആക്കാനൊക്കെ നോക്കി ഇന്നലത്തെ ക്ലാസ്സിൽ. ക്ലിയർ അല്ലേ? Now I am going to raise one question. Assume that നിനക്ക് കടം വേണം, നിനക്ക് ഫണ്ട് വേണം. Okay, you need money. So you go to a friend and say that I need money. അപ്പൊ ഫ്രണ്ട് പറയുകയാണെങ്കിൽ ഞാൻ നിനക്ക് കാശ് തരാം. എത്ര രൂപ? I will give you ₹100. എനിക്ക് പലിശ വേണ്ട. ഓക്കെ, എനിക്ക് പലിശ വേണ്ട. 3 കൊല്ലം കഴിയുമ്പോൾ എനിക്ക് 120 രൂപ തന്നാൽ മതി. എന്റെ ചോദ്യം, ഈ കോൺട്രാക്ട് പ്രകാരം ഫ്രണ്ട് എന്താ പറഞ്ഞത്? എനിക്ക് പലിശ വേണ്ട, ഞാൻ നിനക്ക് 100 രൂപ കടം തരാം, 3 കൊല്ലം കഴിയുമ്പോൾ 120 രൂപ തന്നാൽ മതി. ഇതിന് ശരിക്കും പലിശ ഉണ്ടോ ഇല്ലേ ഈ കഥയിൽ? ഇറ്റ് ഡിപ്പെൻഡ്സ്. ടൈം വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ 120 ആവുമെങ്കിൽ ഒബ്വിയസ്ലി ഇതിൽ പലിശ ഉണ്ട്. കാരണം കൂട്ടുകാരൻ എന്താ പറയുന്നത്? പേര് പലിശ എന്ന് വിളിച്ചില്ലാന്നേ ഉള്ളൂ. 100 രൂപ തരാം, 3 വർഷം കഴിഞ്ഞിട്ട് 120 തന്നാൽ മതി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞാൻ കടം എടുക്കുന്നതിനേക്കാളും 20 രൂപ കൂടുതലല്ലേ അടച്ചേക്കണത്? ₹20 is indirectly what? Interest അല്ലേ? പലിശ വേണ്ട, എനിക്ക് എല്ലാ കൊല്ലവും 10 രൂപ 2 രൂപ വേണ്ട, ഞാൻ 100 രൂപ തരാം, നീ 3 കൊല്ലം കഴിഞ്ഞ് 120 രൂപ തന്നാ മതി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പലിശ ഇല്ലാന്ന് പറഞ്ഞാലും ഇൻഡയറക്ട്ലി 20 രൂപ എന്താണ്? ഇൻട്രസ്റ്റ് അല്ലേ? അല്ലേ? അതെ സർ. ഓക്കെ, പെർഫെക്റ്റ്. അങ്ങനെ ഇങ്ങനത്തെ ഒരു കോൺട്രാക്ട് ഉണ്ടെങ്കിൽ അപ്പൊ 100 രൂപ കടം എടുത്തതല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ലോൺ ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ ഹൗ ഷുഡ് യു ഡു ദി അക്കൗണ്ടിങ്? എഗ്രിമെന്റിൽ പറഞ്ഞ 0% ഇൻട്രസ്റ്റ് ആണോ അക്കൗണ്ട് ചെയ്യേണ്ടത്, അതോ ഇഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റിലാണോ അക്കൗണ്ട് ചെയ്യേണ്ടത്? ഇഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റിലല്ലേ അക്കൗണ്ട് ചെയ്യേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഈ കോൺട്രാക്ടിന്റെ സ്റ്റെപ്പ് 1 എന്തായിരിക്കും? സ്റ്റെപ്പ് 1 is to identify the cash flows. നീ പറ, ഈ കോൺട്രാക്ട് പ്രകാരമുള്ള ക്യാഷ് ഫ്ലോസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ഇയർ it will be 100. ഫസ്റ്റ് ഇയർ ആണോ? ഒന്നും കൂടി ഫൈൻ ട്യൂൺ ചെയ്ത് പറയാൻ പറ്റും? 0 അല്ല, അതല്ലേ പെർഫെക്റ്റ്. അതെ സർ. 100 inflow outflow, can you tell me what is that? Inflow will be 100 rupees. Perfect. And in the last year it will be it will be 120 rupees. On third year there will be an outflow of 120, alle? Yes sir. Only one single cash flow is there. It's a single cash flow. ആകെ വേറെ കൂടുതലൊന്നും ഇല്ല. തേർഡ് ഇയർ മാത്രമേ ഇടയിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ അങ്ങനെ എല്ലാം മൾട്ടിപ്പിൾ ആയിട്ടുള്ള ക്യാഷ് ഫ്ലോസ് ഇല്ല, ഒറ്റ ക്യാഷ് ഫ്ലോ ഉള്ളൂ. ഇന്ന് ലോൺ എടുക്കുക, 3 കൊല്ലം കഴിഞ്ഞ് ലോൺ തിരിച്ചടയ്ക്കുക. ഓക്കെ ആണോ? യെസ് സർ. എഗ്രിമെന്റിൽ പറഞ്ഞേക്കണ റേറ്റ് 0 എഗ്രിമെന്റിൽ പറഞ്ഞ റേറ്റ് എന്താ? 0. ഓക്കെ, അപ്പൊ IRR കമ്പ്യൂട്ട് ചെയ്യണം. അപ്പൊ ഇതിന്റെ സ്റ്റെപ്പ് 2 FM സഹായത്തോടു കൂടി IRR, ഇന്റേണൽ rate of return. However, in this chapter, in this segment, we will be calling which name? നമ്മൾ find 3 polish ചെയ്തിട്ട് we'll be giving what name? Effective interest rate. എന്താ? Effective interest rate. Perfect. So can you tell me how do you compute effective interest rate? ഇവിടെ 2 രീതിയിൽ ചെയ്യാം. 2 അല്ല, ആക്ച്വലി 3 രീതിക്ക് ചെയ്യാം. ഒന്ന് ട്രയൽ ആൻഡ് എറർ വെച്ച് ചെയ്യാം. 10% ഡിസ്കൗണ്ട് ചെയ്ത് നോക്ക്, പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ ഔട്ട്ഫ്ലോ ഈക്വൽ ആണെന്ന് നോക്ക്. അല്ല 11% ചെയ്ത് നോക്ക്. അങ്ങനെ ട്രയൽ ആൻഡ് എറർ വെച്ച് ചെയ്യാം. ശരിയല്ലേ? അതെ സർ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു പ്രസന്റ് വാല്യൂ ടേബിൾ പ്രകാരം ആനുവിറ്റി ഇന്നലെ ചെയ്യിപ്പിച്ചപ്പോൾ പ്രസന്റ് വാല്യൂ ആനുവിറ്റി ടേബിൾ വെച്ചാണ് ചെയ്തത്. ഇവിടെ പ്രസന്റ് വാല്യൂ ടേബിൾ പ്രകാരം വേണ്ടി ചെയ്യാം. ശരിയല്ലേ? മൂന്നാമത്തെ ഒരു കേസ് ഉണ്ട്, എനിക്ക് വേണമെങ്കിൽ ഫോർമുല അപ്രോച്ചിൽ ചെയ്യാം. എങ്ങനെ? ഫോർമുല അപ്രോച്ച് എന്ന് പറഞ്ഞാൽ പിന്നെയും പറയുന്നു, FM ആണ് CA ഇന്റർമീഡിയറ്റിന്റെ FM. ഓക്കെ, നൗ ദിസ് ഇസ് എ എക്സാമ്പിൾ ഓഫ് എ സിംഗിൾ ക്യാഷ് ഫ്ലോ.
Isn't this an example of a single cash flow? ഒരു കോൺട്രാക്റ്റിൽ നിന്നും ഒറ്റ സിംഗിൾ ക്യാഷ് ഫ്ലോയേ ഉള്ളൂ അല്ലേ? Yes, sir. അപ്പൊ what is, I know that at IRR ഇത് inflow, present value of 120 should be equal to 100 അല്ലേ? 120 നീ ഏതോ റേറ്റിൽ ഡിസ്കൗണ്ട് ചെയ്താൽ അതിന്റെ പ്രസന്റ് വാല്യൂ എത്ര കിട്ടണം? 100 കിട്ടണം. So how do you do present value? 120 divided by 1 plus r. എനിക്ക് റേറ്റ് അറിയില്ല, to the power 3 അല്ലേ? Yes, sir. അല്ലേ? പ്രസന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? യു ഹാവ് ടു ഡിവൈഡ് ബൈ ഇൻട്രസ്റ്റ് റേറ്റ് ഫാക്ടർ. 1 plus r എന്ന് പറഞ്ഞ സാധനം വെച്ച് ഡിവൈഡ് ചെയ്യണം. ഇവിടെ മൂന്നാമത്തെ കൊല്ലം ആയതുകൊണ്ട് യു ഹാവ് ടു ഡിവൈഡ് 3 times. യു ഹാവ് ടു ഡിവൈഡ് 3 times. Am I right? Yes, sir. If you rearrange, can you give me how the equation is going to look like? 1 plus r to the power 3 is equal to 120 divided by 100. Therefore, r is equal to, 1 plus r is equal to cube root of 120 divided by 100. Therefore, r is equal to cube root of 120 divided by 100 minus 1. Okay, no? Okay, sir. So this is the manner in which we have to solve it. Now the problem is we have to get the cube root of 1.2. Allada? Yes, sir. So this is cube root of 1.2 minus 1. How do you solve? നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ സയന്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് 1.2 ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ശരിയല്ലേ? Yes, sir. 1 second. So I'm getting this to be 1.062658. അങ്ങനെ പോവാണ്. 58569 minus 1. So what is the answer? 0.062658. Therefore, r is equal to 6.2658. എത്രടാ? 0.062658 എന്ന് പറഞ്ഞാൽ it is 6.2658%, isn't it? Yes, sir. Now to solve this, obviously we have to solve for cube root. Am I right? Yes, sir. നമുക്ക് ആദ്യം തന്നെ നോക്കാം. Have we got the answer correct? നമ്മുടെ എക്സലിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം IRR കറക്റ്റ് ആയിട്ടാണോ വന്നതെന്ന്. Okay, sir. 1 second. Okay, tell me, year 0 ന്റെ cash flow എന്തായിരുന്നടാ? 100. Year 1 ലെ cash flow എന്തായിരുന്നു? 0. Year 2 ലെ? 0. Year 3 ലെ? 120. എത്ര IRR പറഞ്ഞേ? 6.26. 6.2658 അല്ലേ? അതെ സർ. നമുക്ക് ഞാനിവിടെ എഴുതി വെച്ചേക്കുന്ന ആൻസർ എന്താ? 6.2658. പെർഫെക്റ്റ് ആണോ? അതെ സർ. അപ്പൊ IRR നമ്മുടെ എക്സൽ വെച്ച് സോൾവ് ചെയ്യാം, അല്ലാണ്ട് കറക്റ്റ് ആൻസർ നമുക്ക് വിത്ത് കാൽക്കുലേറ്റർ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് ബോധ്യമായോ? Have you observed and you have seen that okay, I will be able to solve it? Now Yes, the problem that you can ask me is, sir, you were able to solve it because you had a scientific calculator, അല്ലേ? Yes, sir. സയന്റിഫിക് കാൽക്കുലേറ്റർ ഉള്ളത് കൊണ്ടല്ലേ ഇപ്പൊ പരീക്ഷകളിൽ എനിക്ക് ഇത് വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ സോൾവ് ചെയ്യും? ഡൗട്ട് ആയില്ലേ? അപ്പോ
There is a technique. There is a technique by which നമ്മുടെ സാധാ കാൽക്കുലേറ്ററിലും ക്യൂബ് റൂട്ട് ഓഫ് 1.2 can be solved. അതിന് ഇത്തിരി പണിയെടുക്കണം. എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞുതരാം. സ്റ്റെപ്പ് 1 വേണമെങ്കിൽ കാൽക്കുലേറ്ററിൽ ട്രൈ ചെയ്തോ. സ്റ്റെപ്പ് 1 ഏത് നമ്പറിന്റെ ഇങ്ങനത്തെ പറഞ്ഞ പോലെ ക്യൂബ് റൂട്ടോ ഫോർത്ത് റൂട്ടോ പോലെയാണ് എടുക്കേണ്ടത്. ഇപ്പൊ 1.2 എടുക്കണ്ടേ? യു ഹാവ് ടു ടേക്ക് ക്യൂബ് റൂട്ട് ഓഫ് 1.2. യെസ് സർ. അപ്പൊ ഒരു കാര്യം ചെയ്യേ, ടേക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 1.2 12 ടൈംസ്. ഒന്നെടുത്തേ. 1.2ന്റെ സ്ക്വയർ റൂട്ട് 12 തവണ ഞെക്ക്. 1.2 സ്ക്വയർ റൂട്ട് 12 തവണ. എല്ലാ ആൾക്കാരും ചെയ്തേ, വെറുതെ ഇരിക്കല്ലേ. എവറിബഡി ടുഗദർ. ഈവൻ ഐ ആം ഡൂയിങ് ഇറ്റ്. 1.2 സ്ക്വയർ റൂട്ട് 12 ടൈംസ്. 1 2 3 4 5 6 7 8 9 10 11 12. So tell me, Arathi, what is the answer that you got? Sir, 1.000. 1.00004451308. 512. Approximate ചെയ്യണ്ട, അതങ്ങനെ ഇരിക്കട്ടെ. Okay sir. Whatever you get the answer, you do -1. Now what is the answer? 0.00044511308. കിട്ടിയോ? Yes sir. Step number 3. Whatever is the answer that you have got, ipo display എന്താണോ ചെയ്തേക്കുന്നത്, you have to multiply with the power. You tell me cube root of 1.2. So what is the actually, this can be written as 1.2 to the power 1/3. Very good. So multiply with the power എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ എക്സ്പ്രഷനിൽ പവർ എന്താ? 1/3. അപ്പൊ you have to multiply into 1 divided by 3. അപ്പൊ കിട്ടിയ ആൻസറിനൊപ്പം into 1 divided by 3 ചെയ്തേ. What is the answer that you got right now? 0.0014836769. അല്ലേ? Yes sir. Are you all trying along with me? Yes sir. Others? I know Arathi is trying with me. How about others? Yes sir. Show your participation in the chat box. Okay. ഇനി ആരതി, ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കിട്ടിയ ആൻസർ ഇല്ലേ, അതിന്റെ ഒപ്പം +1 ആഡ് ചെയ്തേ. അപ്പൊ എന്ത് കിട്ടി? 1.00001483769 ആണോ? Yes sir. സ്റ്റെപ്പ് 5. ആ കിട്ടിയ ഉത്തരവില്ലേ, ഇപ്പൊ എന്താണ് ഉത്തരം കാൽക്കുലേറ്ററിൽ വന്നേക്കണേ? ഓക്കെ. ഇൻറ്റു ഈക്വൽ ടു എന്നുള്ള കോമ്പിനേഷൻ 12 ടൈംസ് ചെയ്ത് ഒരുമിച്ച് ചെയ്യാം സ്ലോ ആയിട്ട്. ഈ കിട്ടിയ ഉത്തരത്തിന്റെ ഒപ്പം ഇൻറ്റു ഈക്വൽ ടു ഒരു തവണ 2 3 4 5 6 7 8 9 10 11 12. എന്താ ആൻസർ വന്നേക്കണേ? 1.06 1.06 265 മതി, കൂടുതൽ വേണ്ട. 1.06265 അല്ലേ? അതെ സർ. നമ്മുടെ ഇവിടെ കിട്ടിയ ആൻസർ എന്തായിരുന്നു? ഞാൻ സയന്റിഫിക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 1.06265 വന്നോ? Yes sir. So are you getting the answer? Yes. ശരിയാണ്, ഇത്തിരി സമയം കൂടുതൽ എടുക്കേണ്ടി വന്നു. ബട്ട് are you getting the answer? നമ്മൾ ഇപ്പൊ സാർ അവിടെ കിട്ടിയത്, ആദ്യം സാറിന് കിട്ടിയത് 1.06265 8569 ആണ്. ഇവിടെ 1.06265 9495 ആണ്. അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും നിനക്കില്ലല്ലോ? ഇത്രയും കിട്ടിയാ പോരെ? ഇവിടെ വരെ കിട്ടിയാ പോരെ? 1 2 3 4 5 ഡിജിറ്റ് കറക്റ്റ് ആയിട്ട് വന്നു. അതിന്റെ അപ്പുറത്തേക്കുള്ള ചെറിയ അപ്രോക്സിമേഷൻ ഉണ്ട്, കാരണം പെർഫെക്റ്റ് അല്ല. ഒരു ഓൾട്ടർനേറ്റീവ് രീതിയിൽ നമ്മൾ സോൾവ് ചെയ്തത്. ഓക്കെ ആണോ? Okay sir. So can everyone give me your response in the chat box? Have you also got 1.06265? 1.06265? Okay. So I understand that 1.06265 cube root ആണ്. അതിന്റെ ഉള്ളിൽ നിന്നും -1 ചെയ്യണം. അപ്പൊ 6% എന്താ? So what is the percentage?
6.2658. Okay ആണോ? Okay, sir. പെർഫെക്റ്റ്. അപ്പൊ ഈ കഥയില് എനിക്ക് മനസ്സിലായി എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാ? 6.2658%. അങ്ങനെയാണെങ്കിൽ what is my how do I recognize or record all this transaction? What is my loan? Bank account debit 100 to loan എത്രയാടാ? 100. ശരിയല്ലേ? അതെ sir. We know that we have to pay a 20 rupee interest over a period of 3 years. over a period of 3 years. അതിനെ ആ റുപ്പീസിനെ ഒരു പെർസെന്റേജ് ടേംസിൽ കൺവേർട്ട് ചെയ്താണ് 6.2658 എന്നുള്ള പെർസെന്റേജ് വെച്ച്. എന്താ? 6.2658 എന്നുള്ള പെർസെന്റേജ് വെച്ച്. Now how do I do the accounting? So I have to prepare an amortization table. So can you help me out the amortization table? What are the different columns? Opening, loan, interest at the rate. What percentage? 1 point. 1 point ആണോ? അല്ല. 1 point ഒക്കെ പോയി. 6 point. അതെ sir, sorry. 6.2658 അല്ലേ? അതെ sir. Cash flow and closing. So tell me, help me out. How are you going to do it? നമുക്ക് ആദ്യം അതിന്റെ ബൗണ്ടറി സെറ്റ് ചെയ്യാം. ഓപ്പണിംഗ് ലോൺ എത്ര? 100 rupees. 100. 3 കൊല്ലം കഴിയുമ്പോൾ ക്ലോസിംഗ് ലോൺ എത്രയാവും? 120. 120 വയ്ക്കണമെങ്കിൽ വയ്ക്കാം, അല്ലെങ്കിൽ ലോൺ അടച്ചു തീർന്നു കഴിഞ്ഞാൽ 0 ആവും അല്ലേ? Okay sir. Okay sir. What is the cash flow? ഇയർ 1 എന്തെങ്കിലും അടക്കണോ? ഒന്നുമില്ല. നമ്മുടെ സ്റ്റെപ്പ് 1 പ്രകാരം ക്യാഷ് ഫ്ലോ നോക്കിക്കേ. സ്റ്റെപ്പ് 1 പ്രകാരം വാട്ട് ആർ ദി ക്യാഷ് ഫ്ലോസ്? ഇയർ 1 എന്തെങ്കിലും ക്യാഷ് ഫ്ലോ ഉണ്ടോ? ഇല്ല. ഇയർ 2 എന്തെങ്കിലും ക്യാഷ് ഫ്ലോ ഉണ്ടോ? സ്റ്റെപ്പ് 1 നോക്കിയിട്ട് പറ. യു ഹാവ് ഐഡന്റിഫൈഡ് ക്യാഷ് ഫ്ലോസ് ഇൻ സ്റ്റെപ്പ് 1. സോ സ്റ്റെപ്പ് 1 പ്രകാരമുള്ള ക്യാഷ് ഫ്ലോസ് പറഞ്ഞാ ഇയർ 0 100 ഉണ്ട്, ഇയർ 1 ഒന്നുമില്ല. അപ്പൊ ക്യാഷ് ഫ്ലോ 0 ആണ്. ശരിയല്ലേ? അതെ സർ. ഇയർ 2 ക്യാഷ് ഫ്ലോ 0 ആണ്, ആൻഡ് ഇയർ 3 ക്യാഷ് ഫ്ലോ 120 ആണ്. Am I right? Yes sir. അപ്പൊ ഈ ഫിഗേഴ്സ് എല്ലാം how did I get? I got all these figures from your step 1. In your step 1 you said initially there is 100, then 0, 0 and 120. Is that okay? Yes sir. So are you comfortable with these boundaries? So top 100 ഉണ്ട്, cash flows ഒക്കെ 0, 0, 120 ആണ്, closing 0 ആണ്. Okay ആണോ? Yes sir. Now let's പതുക്കെ we'll try to perform. ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ അക്കൗണ്ടൻസി ഗ്രൂപ്പ് ഇന്റർമീഡിയറ്റ് പറയുമ്പോൾ ഞാൻ പറയുന്ന ഒരു സെന്റൻസ് ആണ്, പാമ്പ് എഴയണ പോലെ മേളിൽ നിന്ന് ഇങ്ങനെ എഴഞ്ഞ് താഴ്ത്തോട്ട് പോവാം. Is that okay? Yes sir. നമുക്ക് പതുക്കെ സ്ലിത്തർ ചെയ്ത് താഴ്ത്തോട്ട് പോവാം. വാ. ഇൻട്രസ്റ്റ്. അപ്പൊ ഫസ്റ്റ് ഇയറിൽ ഇൻട്രസ്റ്റ് എത്രയുടെ? 6.2658 അല്ലേ? അതെ സർ. ഫസ്റ്റ് ഇയറിൽ 100 രൂപ ലോൺ ഉണ്ട്, ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയി. ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻട്രസ്റ്റ് ലോൺ കൂടും, ഒന്നും പേ ചെയ്തിട്ടില്ല. അപ്പൊ ക്ലോസിംഗ് ലോൺ എന്താവും? 106.2658. അടുത്ത കൊല്ലത്തെ ഓപ്പണിംഗ് എന്തായി? 106.2658. അപ്പൊ അടുത്ത കൊല്ലം ഇൻട്രസ്റ്റ് എത്ര വരും? അതിന്റെ പുറത്ത് 6.2658%. Can you tell me? 6.65. 840. 84. So can you tell me what will be the closing loan? 112.9242. 112.9242. ലാസ്റ്റ് ഇയർ ഞാൻ പറഞ്ഞേക്കണ ചെറിയ ഹിന്റ് എന്താ? Should we write normally or should we write as if you are writing Arabic? Like Arabic. കാരണം you have to start from right to approximate. So can you tell me what will be your approximate interest? Equation tally ആവുന്നില്ല. എന്ത് ചെയ്യണം? ഏതിൽ നിന്നും എന്ത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എമൗണ്ട് കിട്ടും? How do you get the balancing figure? Sir, 120 നിന്നും ഏത് ചെയ്താൽ മതി? 120 ആണ് ടോട്ടൽ അടച്ചത്, അതില് ഓപ്പണിംഗ് 112. അപ്പൊ 120 ടോട്ടൽ പേയ്മെന്റില് 112 പ്രിൻസിപ്പൽ ആണെങ്കിൽ
ബാക്കിയുള്ളത് ഇൻട്രസ്റ്റ് ആയിരിക്കില്ലേ? അതെ സർ. അല്ലേ? Are you able to get it? ഇപ്പൊ നമ്മുടെ ബുക്കിൽ ലോൺ എമൗണ്ട് 112 ഉണ്ട്, but you paid 120. That means the difference is interest. So give me the difference between 120 and 112. 120 minus 112.9242. What is the answer? 7.0758. 58. Is it clear or no? Are you convinced how you got the difference of 7.0758? Yes sir. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ബുക്കിൽ ലോൺ എത്രയാ? Now opening loan is 112. You repaid 120. So you know that 120 includes interest and principal. So principal is 112. Therefore interest should be what? 7.0758. Is it okay? Yes sir. Now can you please add the total interest? All the three interests put together. Can you please add 6.2658 plus 6.6584 plus 7.0758? How much? 20. So this is our question. We said that there was an interest of 20. Now with the help of effective interest, I have spread that interest over 3 years. I have spread the interest over 3 years. Is that clear? Yes sir. Now if I put it in our Excel sheet, now see, we also have a table. Okay, what is the loan amount that we have to keep? Actually, what is the interest rate? 0.2658. 6.2658. Loan is what? 100. Cash flow is what? 0, 0, and it is 120. Can you see that the table is automatically the creator? Table. Yes sir. 6.27, 6.66, 7.08. So table is set. This is how. So this table is very important. Amortization table. Yani table ഇവിടെ Excel additional column principal repayment. ഇവിടെ principal repayment illa. Principal, there is no principal repayment. Ignore that column. നമ്മളിപ്പോ examination ഉള്ള opening, interest, cash flow and closing. What is closing? Opening plus interest minus cash flow is closing. Okay no? Yes sir. Okay. So that way we have done the accounting for an instrument. ഇതിനെ real life il പറയുവാണെങ്കിൽ this instrument is known as zero coupon bond. എന്താണ്? Zero coupon bond. Zero coupon bond. പറയുമ്പോൾ zero coupon ആണ്. There is no coupon. But in fact there is an effective interest hidden to it. Clear അല്ലേ? Yes sir. Okay. So if we have really understood this, now come to this question. Please come to this question. One second. Okay. So please come to FS6. Can you read out? A limited issued a zero coupon bond. Face value is rupees 1 lakh. 4 rupees 60,000. Term is 3 years. Discuss the accounting. So can you guys please confirm whether my audio is clear? Chat Yes, box sir. confirm GM2. Yes.
Now tell me, what is this transaction? They say there is a zero coupon bond. Company issued for 60,000. Term is 3 years. So this is similar to company received 60,000 today with the undertaking that after 3 years, company will repay how much? 1 lakh. അപ്പൊ പറയുമ്പോ ഇൻട്രസ്റ്റ് ഇല്ല, ബട്ട് there is a hidden interest. എത്രയുടെ hidden interest? 40,000. അപ്പൊ ഇവിടെ there is a notional interest. 40,000 is notional interest. 40,000 is notional interest. അല്ലേ? അതെ sir. What was your step 1? Is to identify cash flows. So tell me, what is the first cash flow? There is a issue proceeds. How much? 60,000. And year 1 there is no cash flow. Year 2 there is no cash flow. And year 3 there is a cash flows. How much? 1 lakh. So step 2 is to compute your effective interest. Your effective interest. Now I'm not going to help you out, but I think I've given you the answer. Can you guys try it in your notebook? I've given you certain steps. You can look into these steps and you can tell me how are you going to compute that effective interest. I've written all these steps for your reference. Now you know the cash flow, it is 60,000 and 1 lakh. Can you do the math and compute what is the interest? For your support, I've written all these steps. I've displayed all the steps. I've displayed. Figures is obviously going to change. So everybody yourself try it in your book. Sir, can I say something? Yes. Yes, Neetu. Sir, എനിക്ക് ക്യൂബ് റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സ്റ്റെപ്പ് 4 വരെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് 5 വരുമ്പോൾ കിട്ടുന്നില്ല. ഇൻഡു ഈക്വൽ ടു വർക്ക് ആവുന്നില്ലേ? ഇൻഡു ഈക്വൽ ടു വർക്ക് ആവുന്നുണ്ട്, പക്ഷെ കിട്ടുന്ന എമൗണ്ട് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അയ്യോ, ഇത് കാൽക്കുലേറ്ററിന്റെ പ്രശ്നമായിരിക്കും. എനിക്കറിയില്ലടാ, ആയിരിക്കണം. ജസ്റ്റ് ഇൻഡു ഈക്വൽ ടു ഞെക്കുമ്പോഴേക്കും ഫിഗേഴ്സ് മാറുന്നില്ല. ദ ഫിഗേഴ്സ് ആർ നോട്ട് ചേഞ്ചിങ്. മാറുന്നുണ്ട്. 12 ടൈംസ് അല്ലേ പ്ലസ് ചെയ്യണ്ടേ? ഇൻഡു ഈക്വൽ ടു another one more time into equal to plus ചെയ്യരുത്. There is no plus. Just into equal to into equal to into equal to into equal to. Plus or minus or there is no plus, there is no minus. Just into equal to. And one more time into equal to. Another time into equal to. അങ്ങനെ 12 ടൈംസ്. അങ്ങനെ 12 times. എനിക്ക് ഇവിടെ കിട്ടുന്ന എമൗണ്ട് 1.000178 എന്ന് പറഞ്ഞൊരു എമൗണ്ട് ആണ്. ഞാൻ പറഞ്ഞുതരാം. ഐ വിൽ ട്രൈ. See, my first number is 1.0001483769. I'm just taking this example. What is there on screen? Okay. Okay, Neetu? Okay. I'm taking this example. 1.000148363769. നമുക്ക് ഇത് വെച്ച് ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കാം. Okay. ഞാൻ ആദ്യത്തെ തവണ ഇൻഡു ഈക്വൽ ടു ചെയ്തു. നിനക്ക് എത്രയാ വന്നത്? 1.00002967. ഞാൻ ഒരു തവണയും കൂടി ഇൻഡു ഈക്വൽ ടു ചെയ്തു. നിനക്ക് എത്രയാ വന്നത്? 1.00004513. No. My answer is 1.0000593528. Okay. ചിലപ്പോൾ കാൽക്കുലേറ്ററിന്റെ പ്രശ്നമായിരിക്കും. ആയിരിക്കും. ഓക്കെ സർ.
സർ ഇത് ക്യൂബ് റൂട്ട് ആവുമ്പോ എങ്ങനെ ചെയ്യാം? ഇനി ഫോർത്ത് ഒക്കെ വരികയാണെങ്കിൽ എങ്ങനെ ചെയ്യാം? ഇത് ചെയ്യാം, ഫോർത്ത് റൂട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. വെറുതെ 2 തവണ സ്ക്വയർ റൂട്ട് ടാപ്പ് ചെയ്താൽ നമ്മുടെ കാൽക്കുലേറ്ററിൽ സ്ക്വയർ റൂട്ടും ഫോർത്ത് റൂട്ടും പിന്നെ 8th റൂട്ടും പിന്നെ 16th റൂട്ടും. അപ്പൊ ഒരു തവണ ഞെക്കി കഴിഞ്ഞാൽ 1 ടൈം ടാപ്പ്, ഇത് 2 ടൈം ടാപ്പ്, 3 ടൈം ടാപ്പ്, 4 ടൈം ടാപ്പ്. വെറുതെ ആ കീ 2 തവണ ഞെക്കി കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. പക്ഷെ ക്യൂബ് റൂട്ട് 5th റൂട്ട് ഒക്കെ പോലെ വരുന്ന കഴിഞ്ഞാൽ ഈ രീതിയിൽ ചെയ്യണം. ഫോർത്ത് റൂട്ട് മറ്റേ ഈ രീതിയിൽ ചെയ്യാം, ബട്ട് അതിന് ആവശ്യമില്ല. വെറുതെ സ്ക്വയർ റൂട്ട് 2 തവണ ഞെക്കിയാൽ മതി, ആൻസർ. ഓക്കെ, 5th ആവുമ്പോ 12 ടൈംസ് തന്നെയാണോ അപ്പോഴും ചെയ്യേണ്ടി വരിക? ആ, ചെയ്യേണ്ടി വരും. അപ്പൊ ആകെ ഇവിടെ സ്റ്റെപ്പ് 3 എന്താവും? ഇൻറ്റു 1 ഡിവൈഡ് ബൈ 5 ചെയ്യേണ്ടി വരും. ഓക്കെ ഓക്കെ, മനസ്സിലായോ? ഇനി 5th റൂട്ട് അല്ല പറയുന്നത്. അസ്യൂം ദാറ്റ് യു വോണ്ട് ടു ഗെറ്റ് സൊല്യൂഷൻ 8 to the power 2/3. ഇതാ കമ്പ്യൂട്ട് ചെയ്യണ്ടെങ്കിൽ 8 എടുക്കുക, 8 എന്നുള്ള നമ്പർ എടുക്കുക, സ്ക്വയർ റൂട്ട് 12 തവണ -1 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 3 ചെയ്യുക, +1 ഇൻറ്റു ഈക്വൽ ടു 12 ടൈംസ്. ഓക്കെ ഓക്കെ സർ, ചെക്ക് ചെയ്ത് നോക്കാം. 8 to the power 2/3, 8 to the power 2/3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ തന്നെ സോൾവ് ചെയ്യാന്നേ ഉള്ളൂ. ഓക്കെ ആണോ? ഓക്കെ. So Arathi, can you please confirm? Have you tried it? Are you getting some interest rate? Yes, sir. If you have tried it, can you help me out the steps that you have done? Okay, sir. Okay. Can you give me what are the steps? We said that at EIR, 60,000 is equal to 1 lakh divided by 1 plus r to the power 3. 3. Yes, sir. So 1 plus r to the power 3 is equal to 1 lakh divided by 60,000. 60. So what is 1 lakh divided by 60,000? 1 lakh divided by 60,000 is equal to 1.6666. It goes like that. Yes, sir. അതിന്റെ ക്യൂബ് റൂട്ട് എടുക്കണം. -1 is r. ശരിയല്ലേ? Yes, sir. So what I will be doing is, ക്യൂബ് റൂട്ട് ഞാൻ ആദ്യം തന്നെ എന്റെ സയന്റിഫിക് കാൽക്കുലേറ്ററിൽ ആൻസർ ഇടുക. ഓക്കെ, സോ ഐ വോണ്ട് ടു ഗെറ്റ് ക്യൂബ് റൂട്ട് ഓഫ് 1.6666. ഞാൻ മാക്സിമം 6 ഫീഡ് ചെയ്യുവാണ്. Now I got the answer to be 1.1856311. This is my answer, -1. Okay. Okay, sir. 1.1856311. Okay. ഏതിന്റെ നമ്പർ വേണ്ടേ? 1.6666 നമ്പറിന്റെ. What is the answer? nth root. Cube root എടുത്ത് കഴിഞ്ഞാൽ ആൻസർ എന്താണ്? 1.18563. ഓക്കെ ആണോ? Okay, sir. So this is the answer. Cube root ആണ്, ഫോർത്ത് റൂട്ട് ആണെങ്കിൽ ഫോർത്ത് റൂട്ട്, സ്ക്വയർ റൂട്ട് ആണെങ്കിൽ സ്ക്വയർ റൂട്ട്. ഫോർമുല സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇപ്പൊ ആൻസർ മാറുന്നത്. നമുക്ക് ക്യൂബ് റൂട്ടാ വേണ്ടത് അല്ലേ? അപ്പൊ 1.18. ഇനി what we have to do? There is some problem that I'm facing with recording. Okay, whatever it is. Now see, so that way we got we know the answer is 1.18, but we have to do it using normal calculator. So how to solve it using normal calculator? Using normal calculator. Can you give me the steps? How do you get cube root of 1.66? Okay, what is step 1? 1.6666. 12 times root. Okay, 12 times. Step 2. Then -1. Step 3. Into equal to.
Sorry, is into 1 by 1 3. divided by 3. Multiply with the power. Alle? Okay. Step 4. Into equal to No, plus 1. plus 1. Step 5. Into equal to 12 times. 12 times. Try ചെയ്തിട്ട് എത്രയുടെ ആൻസർ വന്നേ? Same answer ആണ് sir. 1.185632. 1.18563. Okay, 32. Obviously, -1 ചെയ്യേണ്ട വരും. -1 ചെയ്യേണ്ട വരും. Therefore, your rate, effective interest rate is equal to what? 18.56325. Okay, no? Okay, sir. Okay. So coming back to notes. So effective interest rate is equal to 18.56%. So if the book was there, you should probably you could have written in the book itself. I have left some space how to compute it. And the last steps വെച്ച് നിങ്ങൾക്ക് വീക്കെൻഡ് ആവുമ്പോഴേക്കും അടുത്ത വീക്ക് ആകുമ്പോൾ ഡെഫിനറ്റ്ലി ബുക്ക് ഉണ്ടാവും. അപ്പോൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെച്ചു ഗ്യാപ്പിന്റെ ഇടയിൽ ആ എഴുതിയേക്കുന്ന സ്റ്റെപ്പുകൾ മനസ്സിലായോ? ഇപ്പൊ നോട്ട്ബുക്കിൽ എന്തൊക്കെയാണോ എഴുതുന്നത് അതെല്ലാം ഈ ബുക്കിൽ എഴുതാനുള്ള സ്ഥലം ഉണ്ടാവും. ഓക്കെ ആണോടാ? Okay, sir. So predominantly our preparation will be based on this book. I have left some space so that you will be able to do it. അല്ലെങ്കിൽ വില സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നോട്ട്ബുക്കും വെക്കാം. ഓക്കെ, എന്തായാലും വി ഹാവ് ഗോട്ട് ദി ആൻസർ. നമ്മൾ സ്റ്റെപ്സ് എല്ലാം വെച്ച് nth റൂട്ട് കാൽക്കുലേറ്റർ, nth റൂട്ട് step 1, take the square root of 12 times. Step 2, -1. Step 3, into the power. Step 4, +1. And step 5, into equal to 12 times. So if you get 18.56, now opening liability 60,000. Ade, sir. What are the cash flows? 0, 0, 1 lakh. And finally, your loan will be 0. Clear? Yes, sir. Now you tell me, so what will be the first year interest? 60,000 into 18.56. എത്ര? 11,136. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കിക്കേ കാൽക്കുലേറ്ററിൽ കിട്ടുന്നുണ്ടോ നോക്കിക്കേ. കിട്ടുന്നുണ്ട് സർ. അപ്പൊ ക്ലോസിംഗ് എത്രയായിരിക്കും? 71,136. അടുത്ത കൊല്ലം ഓപ്പണിംഗ് സെയിം. ഇൻട്രസ്റ്റ് എത്രയാ അടുത്ത കൊല്ലം? 13,202. ഓക്കെ, ക്ലോസിംഗ് എത്രയാ? 84,338.84. പെർഫെക്റ്റ്. ലാസ്റ്റ് ഇയർ can you give me what is the balancing figure? What minus what? Balancing figure, what minus what? 1 lakh minus 84,338.84. അപ്പൊ ഇനി അങ്ങനെയാണെങ്കിൽ ആ 3 ഇൻട്രസ്റ്റ് ആഡ് ചെയ്ത് തന്നെ എത്ര ഇൻട്രസ്റ്റ് വന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഗിവ് മീ ദി ആൻസർ. വാട്ട് ഷുഡ് ബി ദി സമ്മേഷൻ ഓഫ് ഓൾ ദി 3? എത്ര കിട്ടണം? നമ്മുടെ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്കറിയാം നോഷണൽ ഇൻട്രസ്റ്റ് എത്രയാണ് വരേണ്ടത്? 40,000. അപ്പൊ നോക്കിക്കേ 40,000 തന്നെയാണോ വന്നതെന്ന്? അതെ സർ. 40,000 അല്ലേ? Yes, sir. Now, if you pass the journal entry, if you want to know with the help of journal entry, year 0, what is the journal entry? Sir, bank account debit to debentures. എത്രയാ? 60,000. അത്രയല്ലേ ലോൺ എടുത്തേ? Yes, sir. There is no concept of face value and all. നമ്മൾ പണ്ട് AS we used to write debentures will go to face value will go, remaining amount will be shown as discount. അങ്ങനത്തെ കോൺസെപ്റ്റ് ഒന്നും ഇല്ല. ഓക്കെ ആണോ? Because we have already discussed that discount is nothing but an interest. നമ്മൾ അത് ഓൾറെഡി ഡിസ്കസ് ചെയ്തില്ലേ? ഡിസ്കൗണ്ടോ പ്രീമിയോ എല്ലാം ഇൻട്രസ്റ്റിന്റെ വേറെ പേരുകളാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ? Yes, sir. അപ്പൊ കൂപ്പൺ ഇല്ല, ഡിസ്കൗണ്ട് is another. ഇതിനെ ഷോർട്ട് കട്ട് വെച്ച് നിങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാ? ഇതിനെ ഷോർട്ട് കട്ട് മെത്തേഡ് വെച്ച് നിങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാ? KDയുടെ ഫോർമുല ഷോർട്ട് കട്ട് മെത്തേഡ്, ഇൻട്രസ്റ്റ് 0 പ്ലസ് RV മൈനസ് ഇഷ്യൂ പ്രൈസ്. അപ്പൊ റിഡംഷൻ വാല്യൂ 1 lakh മൈനസ് ഇഷ്യൂ പ്രൈസ് 60,000. The divided by 3, the whole divided by RV plus issue price divided by 2. ഇതല്ലേ KDയുടെ ഷോർട്ട് കട്ട് മെത്തേഡ് നിങ്ങൾ ചെയ്യാറുള്ളത്? Yes, sir.
അപ്പൊ ഇതിന്റെ ഫോർമുല അർത്ഥമെറ്റിക്സ് മാത്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ആൻസർ എന്താ? ന്യൂമറേറ്റർ എന്താ? 40,000 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ 13,333 the whole divided by 80,000. What is it? 13,333 divided by 80,000 into 100. How much? 16.67%. 16.67. We know this formula is not going to give you the correct answer. It is going to give you approximate answer. And in such question at intermediate, maybe you would have written the solution and come out of examination. But actually KD using trial and error is what? 18.56. Are you all convinced that we are doing the same KD discussion itself? അവിടെ KD കോസ്റ്റ് ഓഫ് ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞ KD തന്നെയാണ് ഇവിടെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ള പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. There is only a terminology change. Otherwise, it is exactly same. And we are not using the shortcut formula. Is it clear, Arati? Yes, sir. Okay. So that way, I'm trying to link with your previous learning to whatever extent possible. So I'm just erasing this. Now tell me, year 0 entry is over. Can you tell me at the end of year 1, what is the entry? End of year 1. Interest is getting accrued. So how much interest is getting accrued? From the table, the figures are colored with orange. 11,000. 11,000 interest accrual basis, and we have to do it. 2, the debenture liability is increasing. Outstanding interest പോലെ. Clear അല്ലേ? Yes, sir. അപ്പൊ ഡിബെഞ്ചർ ഇപ്പൊ ബാലൻസ് ഷീറ്റിൽ എത്രയാവും? 60,000 ഉണ്ടായിരുന്നു പ്ലസ് 11,000 അക്രൂ ചെയ്തു. അപ്പൊ ക്ലോസിംഗ് ബാലൻസ് എത്രയായി? 71,136. പെർഫെക്റ്റ്. എൻഡ് ഓഫ് ഇയർ 2 പിന്നെയും ഇൻട്രസ്റ്റിന്റെ അക്രൂവൽ എൻട്രി വരില്ലേ? Yes, sir. ഇൻട്രസ്റ്റ് ടു ഡിബെഞ്ചേഴ്സ് എത്ര രൂപ? 13,202. 202. 13,202 പി ആൻഡിൽ പോവും അല്ലേ? Yes, sir. പക്ഷെ ബാലൻസ് ഷീറ്റിൽ എത്രയാവും? 60 ഉണ്ടായിരുന്നു, 11,000 വന്നു, ഒരു 13 കൂടിയും വന്നു. അപ്പൊ ലയബിലിറ്റി പിന്നെയും കൂടും, 84 ആയി മാറും. ശരിയാണോ? Yes, sir. എൻഡ് ഓഫ് ഇയർ 3 ഒന്നും കൂടി അക്രൂവൽ എൻട്രി പറഞ്ഞു തന്നെ. എൻഡ് ഓഫ് ഇയർ 3 ഒന്നും കൂടി അക്രൂവൽ എൻട്രി. വാട്ട് ഇസ് ദാറ്റ്? ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിബെഞ്ചേഴ്സ് എത്ര രൂപയുടെ അക്രൂവൽ? 15,661. 15,661 പി ആൻഡിൽ പോവും. ബാലൻസ് ഷീറ്റിലേക്ക് അടുത്ത ഒരു എമൗണ്ടും കൂടി വരും. അപ്പൊ ഡിബെഞ്ചർ ഇപ്പൊ എത്രയാവും? ലയബിലിറ്റി സൈഡ് ബാലൻസ് ഷീറ്റിൽ ഇപ്പൊ എത്രയാവും ഡിബെഞ്ചർ? 1 lakh. 1 lakh. അത് കഴിഞ്ഞിട്ട് റിഡംഷൻ എൻട്രി. വാട്ട് ഇസ് റിഡംഷൻ എൻട്രി? ഡിബെഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് 1 lakh. നമ്മുടെ ഇറങ്ങിപ്പോയി ടു ക്യാഷ് 1 lakh. Is that okay? Okay, sir. Debentures are de-recognized. I will show for the benefit of others who haven't understood. What I'm doing is, sir, real time I'm having two statements. One is my statement of P&L. Alle? Also, I have a balance sheet. So, first year entry is interest. First of all, I have passed the entry order. There is a debenture liability. There is a debenture liability. How much? 60,000. P&L, there is nothing. End of year 1, there is a interest. How much? What is the interest? 11136. Alle? Yes, sir. So my debenture liability will get revised to 71,136. End of year 2, there is an interest of 13,202. So my debenture liability will increase to 84,338. End of year 3, there is another interest. How much? 15,661. So my debenture liability at the end of year 3 will be what? It will be 1 lakh. Now there is a repayment of debentures. So what will happen? Debenture account debit 1 lakh is the book value, and you have repaid cash or bank 1 lakh. So there will be de-recognition happening. So can you all give me your confirmation as to you are comfortable with the journal entries? Yes, sir. How about others? Okay.
now. So that way, this part is also done. So this is the accounting for what? Zero coupon bond. This is the accounting for zero coupon bond. Actually, assume that instead of zero coupon bond, if it is a redeemable preference share, I'm saying that I have issued a preference share, issued preference shares for rupees 60,000. Redemption at end of year 3, 1 lakh. So this is the accounting for a zero coupon bond, or a redeemable preference share is similar to a zero coupon bond because preference shares doesn't have any mandatory payments in between. Alle? Yes, sir. ശരിയാണ്, preference shares ചിലപ്പോൾ dividend വരും, but dividend is not a contractual payment. Step 1 identify ചെയ്യാൻ പറ്റൂ. Step 1 can you say that at the end of year 1 there is a say 1 lakh ആണ് face value and debenture preference dividend is 10%. First year 10,000 preference dividend വരുമെന്ന് can you say with certainty? No, sir. So there are no contractual cash flows. You cannot identify. ശരിയാണ്, ഏതെങ്കിലും കൊല്ലം വരുവാണെങ്കിൽ it is an appropriation. You see, assume that end of year 1 if they decide to pay dividend, then you have to pass what entry? It is a voluntary payment. Therefore, you have to pass the entry, the retained earnings debit to cash or bank. It is a voluntary payment appropriation. Is that okay? Okay, sir. ഇത് നമ്മൾ ഇപ്പൊ വരച്ച ടേബിളിനെ ഒരിക്കലും ബാധിക്കില്ല. ഡിവിഡൻഡ് പേ ചെയ്യുവാണെങ്കിൽ അത് ആ ദിവസം വന്ന ഒരു പുതിയൊരു ഇവന്റ് കൊണ്ടുവന്ന സാധനം, അത് അപ്പൊ ജേർണലൈസ് ചെയ്യും. ബാക്കിയുള്ള നമ്മളിപ്പോ അക്കൗണ്ട് ചെയ്യുന്നത് 60,000 കാശ് മേടിച്ചു, ആ കാശ് 1 ലക്ഷം തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു 40,000 ഇൻട്രസ്റ്റ് ഉണ്ട്, അതിനെയാണ് അക്കൗണ്ട് ചെയ്തത്. ഓവർ ആൻഡ് അബവ് നിങ്ങൾ ഒരു 10,000 രൂപ കൂടുതൽ കൊടുക്കുവാണെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ട്രീറ്റ് സെപ്പറേറ്റ്ലി. ദാറ്റ് ഇസ് എ വോളണ്ടറി പേയ്മെന്റ്, ദാറ്റ് ഇസ് നോട്ട് എ കോൺട്രാക്ച്വൽ പേയ്മെന്റ്. ഇസ് ദാറ്റ് പോയിന്റ് ക്ലിയർ? Yes, sir. So that way, this is nothing but an accounting for redeemable preference shares. Redeemable, so you call it as zero coupon bond or you call it as a preference shares, it is not going to make a difference. If it is a preference share, maybe at the end of year 1, if they have decided to pay any dividend, then you have to make the journal entry for appropriation of dividends. That is the only difference. Clear? Yes, sir. Now you tell me, now in this question, at the time of issue of debentures, there was no, at the time of issue of debentures, there was no transaction cost. At the time of issue of debentures, there was no transaction cost. ഇപ്പൊ ഞാൻ പറയുവാണ്, ഈ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തപ്പോൾ ഒരു 2,000 രൂപ ട്രാൻസാക്ഷൻ കോസ്റ്റ് വന്നെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റൂടാ? ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തപ്പോൾ ഒരു 2,000 രൂപ ട്രാൻസാക്ഷൻ കോസ്റ്റ് വന്നെന്ന് ഞാൻ പറഞ്ഞാൽ, can you tell me what will happen? Effective interest എന്ത് സംഭവിക്കും? It will increase. കാരണം എന്റെ കയ്യിലേക്ക് എത്ര രൂപയെ കിട്ടിയിട്ടുള്ളൂ? 58, അല്ലേ? Yes, sir. I would have received only 58, but I have to repay 1 lakh. That means we know that transaction cost is also nothing but hidden interest, അല്ലേ? നമ്മുടെ ലോൺ കടമെടുക്കാൻ വേണ്ടി വന്നേക്കുന്ന ചെലവല്ലേ? Any cost associated with borrowing or that is to be treated as borrowing cost എന്ന് എവിടെ പഠിച്ചിട്ടുണ്ട്? ഓൾറെഡി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 16 ഉള്ളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 16 ഉള്ളില് ഇന്റർമീഡിയറ്റിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ആണ് AS16, ബോറോയിങ് കോസ്റ്റ്. ഡെഫിനിഷൻ ഓഫ് ബോറോയിങ് കോസ്റ്റ് എന്താ? എനി കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ബോറോയിങ്. അപ്പോ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി വന്ന 2,000 രൂപയും ബോറോയിങ് കോസ്റ്റിന്റെ ഭാഗം തന്നെയല്ലേ? Yes, sir. അപ്പൊ ആ 2,000 രൂപയും കൂടിയും ഒരു അഡീഷണൽ ബർഡൻ ആണ്. അപ്പൊ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ചേഞ്ച്. അപ്പൊ നമുക്ക് നോക്കാം. See, read question number 7. A Limited issued zero coupon bond, face value 1 lakh, 4 rupees 60. Transaction cost എത്രടാ? 5,000. അപ്പൊ പറ, ഐഡന്റിഫിക്കേഷൻ ഓഫ് ക്യാഷ് ഫ്ലോയിൽ ഇയർ 0 എത്ര രൂപ കയ്യിൽ കിട്ടി? 60,000 വന്നു, പക്ഷെ ഒരു 5,000 രൂപ ചെലവ് വന്നു. അപ്പൊ എല്ലാം കൂടി കൂട്ടി എത്ര കിട്ടിയത്? 55,000. Therefore, my effective interest will increase from 18 and it has increased to what? 22.05. It has increased to what rate?
22.05. 22.05. Okay ആണോ? Yes, sir. 1 second. So how do I solve it? Help me out. അപ്പൊ എന്റെ present value എങ്ങനെയാടാ? I know present 55,000 is equal to 1 lakh divided by 1 plus r to the power 3. അല്ലേ? Yes, sir. 1 lakh divided by 1 plus r to the power 3 is what I have to get. Very good. Therefore, r is equal to cube root of 1 lakh divided by 55,000. 1.81. Cube root of 1.818181 അങ്ങനെ പോവല്ലേ? Yes, sir. Obviously -1 ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ. അപ്പൊ ചെക്ക് ചെയ്ത് നോക്കാം. Cube root of 1.818181. Can we try it? And cube root is the third root of 1.818181. What is the answer? Difference. Oh, 1.18 അല്ല. Sir, it's 1.81. 1.81. കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? Can you Yes, see the sir. screen? 1 second. Okay. So 1.81, you do it, you get 22.05. നിന്റെ അവിടെ കാൽക്കുലേറ്ററിൽ ചെയ്താലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. 22.05 ഒരു പ്രാക്ടീസിന് വന്നോട്ടെ. See that you are getting it. കിട്ടുന്നുണ്ട് sir. കിട്ടുന്നുണ്ട്. ശരി. Yes, sir. So coming back. Okay. Therefore, my initial liability will be what? So my journal entry will be, it's like this, sir. When I'm taking a loan, what is the journal entry? Bank account debit to debentures. Bank account debit to debentures. How much? 60,000. Yes, sir. I have incurred a transaction cost. What is the transaction cost? 5,000. So it is account debenture account debit to bank. Debenture account debit to bank. How much? 5,000. But doubt വരും. നമ്മൾ ഫണ്ട് എപ്പോഴും ചെയ്യുമ്പോൾ ഒരു അസറ്റ് മേടിക്കാൻ വേണ്ടി ഒരു ചെലവ് വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അതൊരു ക്യാപിറ്റലൈസ് ചെയ്യാറുണ്ട്. യൂസ് ടു ക്യാപിറ്റലൈസ് ഇറ്റ്. അസറ്റ് കാർ മേടിച്ചു, കാർ അക്കൗണ്ട് 60,000 ടു ബാങ്ക്. അത് അടച്ചപ്പോ ഒരു റോഡ് ടാക്സ് വന്നു. റോഡ് ടാക്സ് നമ്മൾ കാർ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് എന്ന് പറഞ്ഞ് ഒരു 5,000 രൂപ റോഡ് ടാക്സും കാറിനൊപ്പം ക്യാപിറ്റലൈസ് ചെയ്യാറില്ലേ? Yes, sir. അപ്പൊ ഇവിടെയും ക്യാപിറ്റലൈസ് ചെയ്തത്, പക്ഷെ ഇത് ലയബിലിറ്റി ആണ്. ക്യാപിറ്റലൈസ് ചെയ്തപ്പോൾ ലയബിലിറ്റി ഡെബിറ്റ് ആവും. അപ്പൊ ഇനീഷ്യലി ലയബിലിറ്റി ക്രെഡിറ്റ് ആയി, ക്യാപിറ്റലൈസ് ചെയ്തപ്പോൾ ഡെബിറ്റ് ആയപ്പോൾ നെറ്റ് ലയബിലിറ്റി എത്രയേ ഉള്ളൂ? 55,000. Are you able to get what I've done is എന്താണോ പണ്ട് നമ്മൾ കൺസിസ്റ്റൻസി ഒരു അസറ്റിന്റെ ഒപ്പം അതിന്റെ ഒപ്പം വന്ന ട്രാൻസാക്ഷൻ കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയുന്നത് ലയബിലിറ്റിയുടെ ഒപ്പം വന്നാലും സെയിം പ്രിൻസിപ്പിൾ തന്നെ അപ്ലൈ ചെയ്യണം. അല്ലാണ്ട് ലയബിലിറ്റിയുടെ ഒപ്പം ഒരു ട്രാൻസാക്ഷൻ കോസ്റ്റ് വന്നാൽ അത് പിയാൻഡിൽ പോകണം. അസറ്റിന്റെ ഒപ്പം ഒരു ട്രാൻസാക്ഷൻ കോസ്റ്റ് വന്നാൽ അത് ക്യാപിറ്റലൈസ് ചെയ്യണം. അവിടെ ഒരു ഇൻകൺസിസ്റ്റൻസി ഇല്ലേ നമ്മുടെ പണ്ടത്തെ അക്കൗണ്ടിങ്ങിൽ? ഒരു അസറ്റ് മേടിക്കുന്ന സമയത്ത് ഇഫ് ദർ ഇസ് എനി അതർ അഡീഷണൽ കോസ്റ്റ്, ഹാൻഡ്ലിംഗ് കോസ്റ്റ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ക്യാപിറ്റലൈസ് ചെയ്യും, പിയാൻഡിൽ കൊണ്ടിടില്ല, എന്നിട്ട് ഓവർ എ പീരീഡ് കൊണ്ടിടുള്ളൂ. അപ്പൊ ലയബിലിറ്റിയുടെ ഒപ്പം അങ്ങനെ തന്നെയല്ലടാ ചെയ്യേണ്ടത്. Isn't that the same way? But what we do, ലയബിലിറ്റിയുടെ ഒപ്പം വല്ലതും വന്നാൽ അപ്പൊ തന്നെ പിയാൻഡിൽ കൊണ്ടേ ചാർജ് ചെയ്യും. That is what we have been doing in accountancy, AS, isn't it? Yes, sir. ഇവര് പറയുകയാണ് എന്തിനാ അങ്ങനെ ചെയ്യണത്? കൺസിസ്റ്റൻസി പോലെ ഇവിടും ക്യാപിറ്റലൈസ് ചെയ്തോ. അപ്പൊ ഈ 5,000 ഒരു ഇമ്പാക്ട് പിയാൻഡിലേക്ക് വരും. ആ പിയാൻഡിലേക്ക് വന്ന ഇമ്പാക്ട് ആണ് അത്. നോക്കിക്കോ, ഇനി ടേബിൾ വരച്ചു കഴിഞ്ഞാൽ
പി ആൻഡലിലേക്ക് വരാൻ പോണ 40,000 ആയിരിക്കില്ല, ഒരു 5,000 കൂടി വന്നിട്ടുണ്ടാവും പി ആൻഡല്. കാരണം എന്റെ റേറ്റിനെ ഞാൻ കൂട്ടി വെച്ചില്ലേ. ക്ലിയർ അല്ലേ? യെസ് സർ. അപ്പൊ നമുക്ക് ഇനി ആ ടേബിൾ വരയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ഒന്ന് ടേബിൾ പറഞ്ഞു തന്നെടാ. ഓപ്പണിംഗ് എത്രയായിരുന്നു? 55,000. അത് നമുക്ക് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാം. ഇയർ 0 55. ആ 55 എങ്ങനെയാ വന്നത്? 60 - 5. ഓക്കെ. പിന്നെ ഇയർ 1, ഇയർ 2, ഇയർ 3 ഞാൻ കാണിച്ചിട്ടില്ല. ഇപ്പൊ ഡൗട്ട് വരും. ഞാനിപ്പോ 2 സ്റ്റൈലാ കാണിക്കുന്നത്. ഇയർ 3 ഞാൻ ഒന്നും കാണിച്ചില്ലെങ്കിൽ ക്ലോസിംഗ് എത്ര വെക്കാം? 1 lakh. ഞാനിവിടെ 1 lakh കാണിച്ചു കഴിഞ്ഞാൽ ക്ലോസിംഗ് എന്താവും? 0. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാണിക്കാം. മനസ്സിലായോ? ഇതിപ്പോ ഞാൻ ഇൻട്രസ്റ്റിന് അക്രൂ ചെയ്ത പോലെയാണ് കാണിച്ചത്. എന്നിട്ട് അവസാനം ആ ഇൻട്രസ്റ്റ് അക്രൂവിൽ വന്നിട്ട് റീപേയ്മെന്റ് എൻട്രി. ക്ലിയർ ആണോ? യെസ് സർ. അപ്പൊ ഒന്ന് ഹെൽപ്പ് ചെയ്തേ കമ്പ്യൂട്ടേഷൻ. ഫസ്റ്റ് ഇയറിന്റെ പലിശ എത്രയാണ് വരിക? ഇൻട്രസ്റ്റ് എത്ര വരിക? 55,000 into 22.05. 12,127.5. ഓക്കെ. അപ്പൊ ക്ലോസിംഗ് എത്രയാവും? 67,127.5. അടുത്ത വർഷം ഓപ്പണിംഗ് സെയിം. ഇൻട്രസ്റ്റ് എത്രയാ? 14,801.61. ക്ലോസിംഗ് എത്രയാ? 81,929.11. നെക്സ്റ്റ് ഇയർ ലാസ്റ്റ് ഇയർ ഇൻട്രസ്റ്റ് എത്രയാ? 18,070.88. Therefore your liability or debenture will increase to 1 lakh. അവസാനം 1 lakh ഡ്യൂ വന്നു കഴിഞ്ഞിട്ട് 1 lakh റീപേ ചെയ്യുമ്പോൾ ലോൺ 0 ആയി പോകും, ഡിബെഞ്ചർ 0 ആയി പോകും. ആ 3 ഇൻട്രസ്റ്റും ആഡ് ചെയ്ത് തന്നെ. 3 ഇൻട്രസ്റ്റും ആഡ് ചെയ്ത് തന്നെ. 45,000. നമ്മൾ നേരത്തെ ക്യാപിറ്റലൈസ് ചെയ്തതുകൊണ്ട് ഒരു 5,000 രൂപ പി ആൻഡലിലേക്ക് ഓവർ എ പീരീഡ് വന്നത് കണ്ടോ? യെസ് സർ. ഓക്കെ. സോ ദിസ് ദ വേ ഇൻ വിച്ച് വി ഗോ ഫോർ. ഇതിപ്പോ പ്രിഫറൻസ് ഷെയർസ്, ഇതിപ്പോ 0 കൂപ്പൺ ബോണ്ടിന് പകരം എന്താക്കാം? റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ചെയ്താ പോരെ? പേര് മാറുള്ളൂ. ബട്ട് റിഡീമബിൾ പ്രൊസീഡ്. ബാങ്കിൽ നിന്നും കടം എടുക്കോ, ഡിബെഞ്ചേഴ്സിൽ നിന്നും എടുക്കോ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ എടുക്കോ, കാശ് എടുത്തു തിരിച്ചു തരാന്ന് പറഞ്ഞാൽ irrespective of the name, nomenclature, whether it is debenture or I've taken a loan from my friend or I've taken loan from State Bank of India, accounting is not going to change. ശരിയല്ലേടാ? ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് കടമെടുക്കുന്നു, ICICI നിന്ന് കടമെടുക്കുന്നു, അക്കൗണ്ടിങ് സെയിം അല്ലേ? അതുപോലെ തന്നെയാണ് whether I'm taking money from preference shareholder or I'm taking money from debenture holder, accounting is exactly same. Just because of the name you can't say that sir it is going to be a different accounting. Okay? Okay sir. So that way ഇതെല്ലാം പ്യുവർ ലയബിലിറ്റീസിന്റെ അക്കൗണ്ടിംഗ് ആണ് പഠിപ്പിച്ചത്. ഇതുവരെയും 100% ലയബിലിറ്റി ആയിരുന്നു. ഇറ്റ് വാസ് എ പ്യുവർ ലയബിലിറ്റി അല്ലേ? ഇതും എന്തായിരുന്നു? 0 കൂപ്പൺ ബോണ്ട് വാസ് എ പ്യുവർ ലയബിലിറ്റി. We'll come to again, it is a straight bond, it is a pure liability. Why is that a question? A limited issued 10% debentures, face value 1 lakh at a discount of 10% and repayable at a premium of 5%. Term 3 years. Discuss the accounting. Discuss the accounting. Okay. So first of all, it's a 100% liability. What is our first step? Is to identify cash flows. Is to identify cash flows. You tell me what are the cash flows? Initially, we will get 90,000. Very good. First year അവര് 10% ഡിബെഞ്ചേഴ്സാ. ഇതിൽ 10% ഒന്നും കൂപ്പൺ റേറ്റ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ഇയറിൽ എഗ്രീഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാ? ഫേസ് വാല്യൂവിന്റെ 10%. എത്ര അടയ്ക്കണം? 10,000. അങ്ങനെ എത്ര കൊല്ലം അടയ്ക്കണം? 3 years. ഇയർ 1, ഇയർ 2, ഇയർ 3. പിന്നെ ഇയർ 3യിൽ റിഡംഷൻ എത്ര വേണം? ഓ, ഇനി ഞാൻ ആ ടേബിളിൽ എഴുതിയേക്കുന്ന മിസ്റ്റേക്ക് ഉണ്ട്. എന്തായാലും അത് 1,05,000. 1,05,000. 5,000. 1,05,000. I'll update. 1,05,000. Okay ആണോ? Yes sir. Okay. I have to compute my IRR. So can we go for computation of IRR? Yes sir.
ഇയർ 0 എത്രയുടെ ഇൻഫ്ലോ? 90,000 അല്ലേ? 90,000. അതെ സർ. 90,000 ഇൻഫ്ലോ. ഇയർ 1 എത്ര? 10,000. ഇയർ 2 10,000. ഇയർ 3 10,000 അടയ്ക്കണം. 10,000 മാത്രമാണോ? അല്ല സർ, 1,05,000. വേണ്ടേ? യെസ് സർ. അപ്പൊ എല്ലാം കൂടി കഴിഞ്ഞാൽ 1,15,000. സോ വാട്ട് ഈസ് യുവർ റേറ്റ്? IRR 15.8712. 15 point. So what is your IRR? 15.87. Clear അല്ലേ? യെസ് സർ. അപ്പൊ IRR കിട്ടി. IRR കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇറ്റ്സ് preparation of the amortization table. It is preparation of amortization table. So one second. Okay. So what is my opening loan? 90,000. 90,000. What are my cash flows? ഓരോ cash flows പറ. ആദ്യം 10,000, സെക്കൻഡ് ഇയറിലും 10,000, തേർഡ് ഇയറിൽ 115 അല്ല? അതെ സർ. 10,000 എഴുതണമെങ്കിൽ ക്ലോസിംഗ് ലോൺ 105 നിൽക്കും. ഓക്കെ ഓക്കെ. ഓക്കെ. So amortization table 90. Okay, and interest rate is what? What was the interest rate? 15.87 എഴുതാം. ഇവിടെ നിന്ന് നോക്കി എടുക്കാം. 15.871. 15.871. See, my loan ചെറിയൊരു അപ്രോക്സിമേഷൻ 70 പൈസ ഡിഫറൻസ് ഉണ്ട്, ബട്ട് ദാറ്റ് ഇസ് ഓക്കെ. ക്ലിയർ ആണോ? ഓക്കെ സർ. So there is a slight rounding off. Otherwise, it is perfect. 90, 14,283 is the first interest. 14,963 is the second interest, and 15,751 is the third interest, and finally it is tallying. Now coming back, okay, we have done it. Evident table എടുത്തിട്ടുണ്ട്. Computation of effective interest is equal to 15.88. But now multiple cash flows വന്നു. ഇവിടെ how to solve 15.88 in examination എങ്ങനെ solve ചെയ്യും? പറ. Is there any shortcut technique? Examination എങ്ങനെയാണ് solve ചെയ്യുക? ഇവിടെ ഷോർട്ട്കട്ട് ടെക്നിക് ഒന്നുമില്ല. ഇവിടെ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എക്സാമിനേഷൻ ഹോളിൽ if you want to compute effective interest, there is no shortcut technique. You should do trial and error. What should you do? Trial and error. So how are you going to do the trial and error? എനിക്കറിയാം കൂപ്പൺ റേറ്റ് എക്സാക്ട്ലി 10,000 10,000 10,000 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ അപ്രോക്സിമേഷൻ ഫോർമുല ഇടാൻ പോവാ. അപ്രോക്സിമേഷൻ ഫോർമുല പ്രകാരം what is the formula? Your IRR or your KD, what is the formula? Interest plus RV minus issue price, the divided by N, the whole divided by RV redemption value plus issue price divided by 2. അപ്പൊ ഇൻട്രസ്റ്റ് എത്രയാ? 10,000 പ്ലസ് റിഡംഷൻ വാല്യൂ 105 അല്ലേ? ഇഷ്യൂ പ്രൈസ് എത്രയായിരുന്നു? 90,000 അല്ലേ? അതെ സർ. The whole divided by 3. 105 plus 90 divided by 2. Do this math. Numerator എത്രയാന്ന് നോക്കട്ടെ. 105 minus 90 divided by 3. So it is 10,000 plus 5,000. The whole divided by 105 plus 90 divided by 2. 97,500. എത്രയുടെ വന്ന്?
15,000 divided by 97,500 into 100. എത്ര? 15.38%. 15.38. Approximately വേണമെങ്കിൽ ആൻസർ എടുക്കാം. അല്ലെങ്കിൽ if you want to do trial and error, first let me do the trial at 15%. Trial 1. Trial 1 15% ട്രൈ ചെയ്യാം. എന്റെ ടേബിൾ എന്താ? ഇയർ 1 2 3 3. നേച്ചർ ഞാൻ അഡീഷണൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയാ. കൂപ്പൺ റിഡംഷൻ. ക്യാഷ് ഫ്ലോ പറഞ്ഞടാ. കൂപ്പൺ എത്രയായിരുന്നു? 10,000. റിഡംഷൻ ഇസ് 105 അല്ലേ? ഡിസ്കൗണ്ട് ഫാക്ടർ അറ്റ് ദ റേറ്റ് 15 ഹെൽപ്പ് ചെയ്തതാ. 15ന്റെ മൂന്നാമത്തെ കൊല്ലത്തെ ഫാക്ടർ എന്താ? 1 divided by 1.15. 1 2 3. മൂന്നാമത്തെ കൊല്ലത്തെ ഫാക്ടർ എന്താ? പറഞ്ഞുതരാൻ പറ്റുമോ? Can you tell me what is the third year factor of 15%? Is there a doubt, Ardi, how to compute factor? Sir, 1 minute. 1 divided by 1.15. 1.5. 1 divided by 1.15. Third time equal to 3 times equal to. Can you give me third time equal to factor? 0.6575. Very good. 0.6575. 75. Now give me the GT, grand total annuity factor. 1.4136. Allah, 2.2832. Check it. Others, can you confirm? Is it 2.2832 or 1 point something? 1 divided by 1.15 equal to GT. Can you confirm? What is the annuity factor? Yes, Sri Lakshmi confirmed it is 2.2832. Kiran confirmed it is 2.283. अब आरती ഒന്ന് just check ചെയ്തടാ എന്തോ mistake ഉണ്ടെന്ന്. Calculator GT ഉള്ള calculator ആണോ? Do you have GT in your calculator? Yes, sir. Then what is the problem? 3 times equal to NGT. Intermediate le പഠിച്ചാലേ അത്? അതെ sir. Exactly same. പുതുതൊന്നുമില്ല. There is nothing new here. It is exactly intermediate. 1 divided by 1.15 equal to GT. 2.28. Are you getting 2.28? Yes, sir. Okay. So give me what is the present value. Multiply the 10,000 into 2.28. 1 2 3 22832. 0.6575 into 105. What it is? 69038. എഴുതാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 69038 plus 22832. How much? 91870. Now tell me, Ardi, you wanted the present value to be what? You wanted the present value of all cash flows to be what? 90,000. Is your first trial perfect? No, sir. No. So you want these present values to increase or decrease? ഈ ഫിഗേഴ്സ് കൂടാനാണോ കുറയാനാണോ നിന്റെ ആഗ്രഹം? You want this to increase or decrease? Decrease. If you want it to decrease, you want the factors to increase or decrease? Factors at 2.28, 0.65 എന്നുള്ളത് കൂടുകയോ കുറയുകയാണോ ചെയ്യേണ്ടത്? കുറയണം. If you want the factors to decrease, then you want your interest rate to increase. അപ്പൊ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ട്രയൽ can I take it 16%? Yes, sir. So trial 2 ഉഷാറായിട്ട് എനിക്ക് എന്റെ ടേബിൾ പറഞ്ഞു തന്നെ. ടേബിളിൽ എത്ര കോളം ഉണ്ട്? ഓക്കെ പറയാ, നീ പറയുന്നതേ എഴുതുള്ളൂ. ടേബിളിൽ എത്ര കോളം ഉണ്ട്? 5. ഏതൊക്കെയാ കോളം പറഞ്ഞു തന്നെ? ഇയർ എഴുതണം. നേച്ചർ എഴുതണം നിർബന്ധമില്ല കേട്ടോ. ക്യാഷ് ഫ്ലോ വേണ്ട, പക്ഷെ നിങ്ങൾക്ക് ക്ലാരിറ്റി വരാൻ വേണ്ടിയാണ് നേച്ചർ എഴുതുന്നത്. ആ ക്യാഷ് ഫ്ലോന്റെ നേച്ചർ എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി. ഓക്കെ, ക്യാഷ് ഫ്ലോ ഡിസ്കൗണ്ടിംഗ് ഫാക്ടർ 16%. വെരി ഗുഡ്. And present value. Now can you help me to complete it? Year ഏതൊക്കെ എഴുതണ്ടേ? 1 to 3. 1 2 3 ഇങ്ങനെ താഴത്തോട്ട് എഴുതിയാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല സർ.
പക്ഷെ സമയം കൂടുതൽ എടുക്കും. 3 തവണ മൾട്ടിപ്ലൈ ചെയ്തതിനേക്കാളും നല്ലത് ആനുവിറ്റിയിൽ സോൾവ് ചെയ്യണല്ലേ. അതെ സർ. അപ്പൊ അതുകൊണ്ട് 1 2 3 3 നേച്ചർ കൂപ്പൺ റിഡംഷൻ ക്യാഷ് ഫ്ലോ എത്രയുടെ 10,000 1,05,000. ഹെൽപ്പ് ചെയ്ത് തന്നെ ഫാക്ടർ ഹെൽപ്പ് ചെയ്ത് തന്നെ എന്റെ സഹായവും ഇല്ല, നീ പറഞ്ഞു ചേർക്കും. തേർഡ് ഫാക്ടർ എന്താന്ന് പറ. 0.640. 6406. ഓക്കെ. GT 2.2458. കറക്റ്റ് ആണ്. 2.2458 അല്ലെങ്കിൽ 59. ഓക്കെ. അപ്പോൾ ഇത് 22459 ഇത് എത്രയാണ്? 67,263. അപ്പൊ ടോട്ടൽ എത്രയാണ്? 89,722. കൂടിപ്പോയി അല്ലേ? അത്രയും വേണ്ടായിരുന്നു, 90 മതിയായിരുന്നു. അപ്പൊ നമുക്കറിയാം നമ്മുടെ IRR ലൈസ് ബിറ്റ്വീൻ 15% ആൻഡ് 16%. 15%-ൽ ഇത് റേറ്റ് ആണ്. പ്രസന്റ് വാല്യൂ എത്രയാ വന്നത്? 91,870 ആണ് അല്ലേ? Yes sir. 16%-ൽ എത്രയാ വന്നത്? 89,722. അപ്പോ ഇനി പറഞ്ഞ ഇന്റർപോളേറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ എഴുതുന്ന ഞാൻ കളർ കോഡ് അനുസരിച്ച് പറഞ്ഞുതരാം. ഡെൽറ്റ റേറ്റും ഡെൽറ്റ പ്രസന്റ് വാല്യൂ പറ. 15-ൽ നിന്നും 16-ലോട്ട് എത്രയുടെ റേറ്റ് മാറിയേക്കണേ? 1. അങ്ങനെയാണെങ്കിൽ 91-ൽ നിന്നും 87-ലോട്ട് എത്രയുടെ പ്രസന്റ് വാല്യൂ മാറി? 2,148. 2148. ക്ലിയർ ആണോ? Yes. നമുക്കറിയാം ഇതിന്റെ ഇടയിലാണ് നമ്മുടെ IRR. IRR-ൽ നമുക്ക് കിട്ടുന്ന പ്രസന്റ് വാല്യൂ എക്സാക്ട്ലി 90 അല്ലേ? Yes sir. അപ്പൊ പറ, ഇനി ഗ്രീൻ കളർ എടുക്കാൻ പോവാ. 15-ൽ നിന്നും IRR-ലേക്ക് മാറാൻ വേണ്ടി എത്ര മൂവ്മെന്റ് വേണം അറിയോ? ഇല്ല സർ. അപ്പൊ ലെറ്റ് ഇറ്റ് ബി X. പക്ഷെ 90,000-ലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രസന്റ് വാല്യൂ എത്ര മാറിയാൽ മതി? 1,870. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്താൽ പോരെ? Yes sir. So 1 into 1870 is equal to X into 2148. Therefore, what is the change required? X is equal to 1 into 1870 divided by 2148. 0.8705. 0.8705. ഈ നമ്പർ ലൈൻ നോക്കിയിട്ട് പറ, എങ്ങോട്ടാണ് യാത്ര ചെയ്യേണ്ടത്? 15-ൽ നിന്നും മുന്നോട്ടാണോ പോകേണ്ടത് അതോ പുറകിലോട്ടാണോ പോകേണ്ടത്? മുന്നോട്ട്. അപ്പൊ 15-ന്റെ ഒപ്പം 0.8705 വന്നു കഴിഞ്ഞാൽ വാട്ട് ഈസ് യുവർ ഇഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ്? 15.8705. 8705. ഇത് തന്നെയല്ലേ നേരത്തെ നമുക്ക് കിട്ടിയ ആൻസർ? Yes sir. അപ്പോ ഇവിടെ മൾട്ടിപ്പിൾ ക്യാഷ് ഫ്ലോസ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ നേരത്തെ ചെയ്തപ്പോൾ ഒരു ഫോർമുല ബേസിൽ ചെയ്തു. ഫോർമുല ബേസിൽ എപ്പോഴാണ് ചെയ്യാൻ പറ്റുക? nth റൂട്ടൊക്കെ വെച്ച് സിംഗിൾ ക്യാഷ് ഫ്ലോ ആണെങ്കിൽ ഫോർമുല ബേസിൽ ചെയ്യാം. സിംഗിൾ ക്യാഷ് ഫ്ലോ സർ, ഒറ്റ ക്യാഷ് ഫ്ലോ ഉള്ളൂ, എനിക്ക് ഈസി ആയിട്ട് എഴുതാം സർ. 60,000 is equal to 1 lakh divided by 1 plus r to the power 5 എന്നൊക്കെ നമുക്ക് എളുപ്പത്തിൽ എഴുതാം അല്ലേ? Yes sir. പക്ഷെ കുറെ ക്യാഷ് ഫ്ലോ വന്നാലോ? ഇതിപ്പോ എന്താ? 60,000 is equal to സർ ഒരു 10,000 ഉണ്ട്, വേറൊരു 10,000 ഉണ്ട്, പിന്നെ ഒരു 105 ഉണ്ട്. ഈ 10,000 ടു ദി പവർ 1 ആണ്. ഈ 10,000 ഇത് രണ്ടാമത്തെ കൊല്ലം ടു ദി പവർ 2 ആണ്. ഈ 10,000 ടു ദി പവർ 3 ആണ്. ഇതിന്റെ എല്ലാം കൂടിയും സമ്മേഷൻ അല്ലേ 60 കിട്ടേണ്ടത്? Yes sir. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫോർമുല ബേസിൽ സോൾവ് ചെയ്യാൻ പറ്റില്ല. ട്രയൽ ആൻഡ് എറർ. ആദ്യം ഒരു 10% ട്രൈ ചെയ്ത് നോക്ക്, എല്ലാം ആൻസർ കിട്ടുമോ നോക്ക്. ഒരു 15-ൽ ട്രൈ ചെയ്ത് നോക്ക്, ആൻസർ കിട്ടുമോ നോക്ക്. അല്ലെങ്കിൽ അങ്ങനെ ട്രയൽ ആൻഡ് എറർ വെച്ചിട്ട് തന്നെ സോൾവ് ചെയ്യേണ്ടി വരും എക്സാമിനേഷൻ ഹോളിൽ. ഓക്കെ ആണോ? Okay sir. അപ്പോൾ സീറോ കൂപ്പൺ ബോണ്ട് പോലത്തെ സിറ്റുവേഷനിൽ സിൻസ് ഇറ്റ് വാസ് എ സിംഗിൾ ക്യാഷ് ഫ്ലോ ഐ കുഡ് ഹാവ് ഈസിലി ഡൺ ദ ഫോർമുല വെച്ചിട്ട് എനിക്ക് സോൾവ് ചെയ്യാമായിരുന്നു.
ഇത് മൾട്ടിപ്പിൾ ക്യാഷ് ഫ്ലോസ് വന്നു കഴിഞ്ഞാൽ, കൺവെൻഷണൽ ബോണ്ട് സാധാരണ ലോൺ ഒക്കെ വന്നു കഴിഞ്ഞാൽ, പല പല ക്യാഷ് ഫ്ലോസ് പല കൊല്ലം വന്നു കഴിഞ്ഞാൽ, പിന്നെ സാധാരണ രീതിയിൽ ദേശീയ രീതിയിൽ ട്രയൽ ആൻഡ് എറർ മാത്രമേ പറ്റുള്ളൂ. ദർ ഇസ് നോ അതർ വേ ഔട്ട്. ഇവിടെ ട്രയൽ ആൻഡ് എറർ ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം ഒരു അപ്രോക്സിമേറ്റഡ് ആൻസർ എനിക്ക് കണ്ടെത്തി. എനിക്കറിയാം ആൻസർ 15ന്റെ റേഞ്ചിലാണെന്ന്, അതുകൊണ്ടാണ് 15-16 എടുത്തത്. മനസ്സിലായോ? ബട്ട് അസ്യൂം ദാറ്റ് ദിസ് ഇസ് എ നോൺ കൺവെൻഷണൽ ബോണ്ട്. ദിസ് ഇസ് എ നോൺ കൺവെൻഷണൽ ബോണ്ട്. അവർ പറയുവാണ് പല കൊല്ലങ്ങളിലും പല ഇൻട്രസ്റ്റാ പേ ചെയ്യുന്നത്. ഫസ്റ്റ് കൊല്ലം ഇതിപ്പോ എനിക്ക് ആദ്യം 90,000 കിട്ടി, ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഫസ്റ്റ് കൊല്ലം വന്ന എമൗണ്ട് 10,000 പേ ചെയ്തു. സെക്കൻഡ് കൊല്ലം 12% ഇൻട്രസ്റ്റ്, 12 പേ ചെയ്തു. മൂന്നാമത്തെ കൊല്ലം 16% ഇൻട്രസ്റ്റ്, 16,000 പേ ചെയ്തു. പിന്നെ 1,05,000 പേ ചെയ്തു. ഇപ്പൊ എനിക്ക് ആ ഷോർട്ട് കട്ട് ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോടാ? കാരണം ഓരോ കൊല്ലവും ഡിഫറെന്റ് അല്ലേ ഇൻട്രസ്റ്റ്. നേരത്തെ എല്ലാ കൊല്ലവും 10,000 ആയതുകൊണ്ട് 10,000 പ്ലസ് RV മൈനസ് ST. ഇവിടെ എനിക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഷോർട്ട് കട്ട് ഫോർമുല എടുത്താൽ എനിക്കറിയാം ഇത് എന്തായാലും 15-നേക്കാളും കൂടുതലാണെന്നറിയാം. അപ്പൊ വേണമെങ്കിൽ ഫസ്റ്റ് ട്രയൽ 15 എടുക്കും, സെക്കൻഡ് ട്രയൽ ചിലപ്പോൾ ഒരു 20% എടുത്ത് അതിന്റെ ഉള്ളിൽ ചിലപ്പോൾ ഉത്തരം കിട്ടിയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ സർ. യെസ്, ശ്രീലക്ഷ്മി പെർഫെക്റ്റ്ലി പ്രോപ്പർലി സെഡ്. മൾട്ടിപ്പിൾ ക്യാഷ് ഫ്ലോസ് വന്നു കഴിഞ്ഞാൽ KDയുടെ ഫോർമുല cannot be used. KDയുടെ ഫോർമുല can't be used. കാരണം ഫോർമുല എന്താ? ഫോർമുല ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സിംഗിൾ ഫിഗറേ ഉള്ളൂ. ഇൻട്രസ്റ്റ് 1 ആണോ 2 ആണോ 3 ആണോ? നൗ യു ആർ അറ്റ് ഗ്രേറ്റ് കൺഫ്യൂഷൻ. ഏത് ഇൻട്രസ്റ്റ് എടുക്കണം? 1 എടുക്കണോ 2 എടുക്കണോ 3 എടുക്കണോ? 1 അല്ല 2 അല്ല 3 അല്ല. അപ്പൊ നമുക്ക് വി ഷുഡ് ഓൾവേസ്, ഇത് ഇന്റർമീഡിയറ്റിലും ഉണ്ട്, പല പല ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ, മൾട്ടിപ്പിൾ ക്യാഷ് ഫ്ലോസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ട്രയൽ ആൻഡ് എറർ മാത്രമേ ചെയ്യാനും പറ്റുള്ളൂ ഇന്റർമീഡിയറ്റിലും. ക്ലിയർ അല്ലേ ശ്രീലക്ഷ്മി? സോ ദാറ്റ് വേ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ 15.88. എനിക്ക് എങ്ങനെ 15.88 കിട്ടിയത്? ഞാൻ അപ്രോക്സിമേറ്റഡ് ആൻസർ വെച്ചിട്ട് ഐ ഗോട്ട് 15% കിട്ടി. അതുകൊണ്ട് ട്രയൽ 1 15 എടുത്തു, ട്രയൽ 2 16 എടുത്തു, എന്നിട്ട് ഇന്റർപോളേറ്റ് ചെയ്തിട്ട് ഐ ഗോട്ട് ദി ആൻസർ ടു ബി 15.88. ഓക്കെ ആണോ? Yes sir. Okay. And the table is presented. ടേബിളിൽ ഒരു പുതുമയും ഇല്ല. ഞാൻ പിന്നെയും പറയുന്നു, ഇവിടെ ഞാൻ 10,000 ആയി എഴുതിയെങ്കിൽ എത്ര വന്നേനെ? അവസാനം റിഡീം ചെയ്യേണ്ട 105 ക്ലോസിൽ നിന്നേനെ. ഓക്കെ ആണോ? Yes sir. ഇതിനെയാണ് അമോർട്ടൈസ്ഡ് കോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. എന്താടാ? അമോർട്ടൈസ്ഡ് കോസ്റ്റ് മെത്തേഡ്. അമോർട്ടൈസ്ഡ് കോസ്റ്റ് മെത്തേഡ് അപ്പൊ അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു ബേസിക് റൂൾ ഉണ്ട്. ഒരു നിശ്ചിത ക്യാഷ് ഫ്ലോസ് ഉള്ള ഒരു ഇൻസ്ട്രുമെന്റിന് മാത്രമേ അമോർട്ടൈസ്ഡ് കോസ്റ്റ് മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇയർ 0-ൽ തന്നെ ക്യാഷ് ഫ്ലോസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. നാളെ വരാൻ പോകുന്ന ക്യാഷ് ഫ്ലോസ് ഇത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റണം. യു ഷുഡ് ബി ഏബിൾ ടു ടെൽ വാട്ട് വിൽ ബി ദ ക്യാഷ് ഫ്ലോ ടുഡേ ആൻഡ് വാട്ട് ആർ ദി ക്യാഷ് ഫ്ലോസ് ടു ബി എന്താ പറയാ ടു ബി പെയ്ഡ് ഓർ ടു ബി റിസീവ്ഡ് ഓവർ എ പീരീഡ് ഓഫ് 5 years or 6 years. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ സ്റ്റെപ്പ് 1 ചെയ്യാൻ പറ്റുള്ളൂ, ഇഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ടേബിൾ വരയ്ക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ? Yes sir. ഓക്കെ. സോ ദാറ്റ് വേ നമ്മുടെ ആ ഒരു ബേസിക് ഡിസ്കഷൻ മൊത്തം കഴിഞ്ഞു. അടുത്തത് നോക്കാം. വാട്ട് ഇസ് ബേസിക് ഡിസ്കഷൻ FS 8? ഒന്ന് വായിച്ചേ. മാൻഡേറ്ററിലി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. എന്താടാ? മാൻഡേറ്ററിലി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. അപ്പൊ ഒരു ഡിബഞ്ചർ എന്ന് പറയുമ്പോൾ എല്ലാ കൊല്ലവും പലിശ കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. പലിശ എങ്ങനെ കൊടുക്കണം? ഇൻട്രസ്റ്റ് എങ്ങനെ പേ ചെയ്യണം? ഇൻ ക്യാഷ്. അത് ക്യാഷ്. ഇനി 3 കൊല്ലം കഴിഞ്ഞിട്ട് ആ ഫേസ് വാല്യൂ എങ്ങനെ സെറ്റിൽ ചെയ്യണം? ഇൻ ഷെയർസ്. അപ്പൊ ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത് കൺവേർട്ടബിൾ ഇൻടു ഫിക്സഡ് നമ്പർ ഓഫ് ഷെയർസ്. നോക്കിക്ക് എത്ര ഷെയർ ആയിട്ടാ കൺവേർട്ട് ആവുന്നത്? 3,000 ഇക്വിറ്റി ഷെയർസ്. ഫിക്സഡ് നമ്പർ അല്ലേ? Yes sir. മാറാനൊന്നും പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഇൻസ്ട്രുമെന്റിന് 2 ക്യാരക്ടറിസ്റ്റിക് ഡിസ്പ്ലേ ചെയ്യുന്നില്ലേ? ദിസ് ഇൻസ്ട്രുമെന്റ് ഇസ് ഡിസ്പ്ലേയിങ് 2 characteristics. What are the 2 characteristics? Liability and equity. Characteristic of a liability as well as characteristic of equity. അല്ലേ? Yes sir. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനില് ലയബിലിറ്റി എപ്പോഴും നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ കോമ്പൗണ്ട് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിൽ വന്നാൽ ലയബിലിറ്റിനെ കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റ് റേറ്റില്ല. എങ്ങനെയാടാ? Market liability rate will always be computed using market rate.
മാർക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ അസ്യൂം ദാറ്റ് ദർ ഇസ് എൻ ഇൻസ്ട്രുമെന്റ് 100% കാശ് കൊടുത്ത് കാശായിട്ട് മേടിക്കുവാണെങ്കിൽ നാട്ടിലെ എത്ര റേറ്റിലാണ് ലോൺ കിട്ടുന്നത്? 15%. ഇൻ മാർക്കറ്റ് സിമിലർ ഡിബെഞ്ചേഴ്സ് വിത്തൗട്ട് കൺവേർഷൻ ഓപ്ഷൻ. കൺവേർഷൻ എന്ന് പറഞ്ഞ ഈ ബെനിഫിറ്റ് ഇല്ലാത്ത സാധാരണ തരം ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ സാധാരണ കടം പോലെ എത്ര റേറ്റിൽ കിട്ടും? 15%. പക്ഷെ നമ്മുടെ ഈ ഇൻസ്ട്രുമെന്റിന്റെ പ്രത്യേകത എത്രയാ? 10% ഉള്ളൂ. അത് എന്തുകൊണ്ടാ? കാരണം ഇത് സാധാരണ ഇൻസ്ട്രുമെന്റ് അല്ല, ഇത് ഡബിൾ റോള് കളിക്കുന്ന ഇൻസ്ട്രുമെന്റാ. അപ്പൊ ഇത് അസാധാരണമായ ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് 10%. ഓക്കെ ആണോ? ഓക്കെ സർ. കാരണം നാളെ നീ കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആവാൻ പോവുക. അപ്പൊ സാധാരണ മാർക്കറ്റ് റേറ്റിൽ അവർ തരില്ല, മാർക്കറ്റിനേക്കാളും റേറ്റ് കുറച്ച് അവർ ഇഷ്യൂ ചെയ്യുള്ളൂ ഈ ഇൻസ്ട്രുമെന്റ്. ഓക്കെ ആണോ? ഓക്കെ സർ. അപ്പോ ഇൻസ്ട്രുമെന്റ് എന്താ? എ ലിമിറ്റഡ് ഇഷ്യൂഡ് 10%. ഇത് അവർ എഗ്രി ചെയ്തതാണ്. ഈ റേറ്റ് മാർക്കറ്റ് റേറ്റ് അല്ല, മാർക്കറ്റിനേക്കാളും കുറഞ്ഞ റേറ്റ് ആണ്. ഫേസ് വാല്യൂ 1 lakh at ₹95. അപ്പൊ 95 is an inflow. 95 എന്താടാ? ഇൻഫ്ലോ. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇനി ട്രയൽ എൻഡറിന് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം മാർക്കറ്റ് റേറ്റ് അവർ തന്നിട്ടുണ്ട്. ക്ലിയർ ആണോ? യെസ് സർ. 3 കൊല്ലം. ആസ് പെർ ദി അഗ്രിമെന്റ് ഡിബെഞ്ചേഴ്സ് വിൽ ബി കൺവേർട്ടഡ് into 3000 shares. In market similar debentures without conversion is traded at 15. Discuss the accounting. അപ്പൊ ആദ്യം തന്നെ വേണ്ടത് ഐഡന്റിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ച്വൽ ക്യാഷ് ഫ്ലോ. അതിന് തന്നെ ഇയർ 0ന്റെ ക്യാഷ് ഫ്ലോ വേണ്ട. ഇയർ 0ന്റെ ക്യാഷ് ഫ്ലോ എടുക്കുന്നത് IRR കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയല്ലേ. ഇയർ 0യില് എനിക്ക് 95 കിട്ടി. ബാക്കിയുള്ള കോൺട്രാക്ച്വൽ ക്യാഷ് ഫ്ലോ എന്താ? ഇയർ 1ൽ എത്രയാണ് പലിശ പേ ചെയ്യേണ്ടത്? എഗ്രീഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് എത്ര? 10,000. ഇയർ 2ൽ എത്രയാ? 10,000. ഇയർ 3ലും ഇൻട്രസ്റ്റ് എത്രയാ? 10,000. പിന്നെ ഇയർ 3ൽ റിഡംഷൻ ഉണ്ട്, ബട്ട് ദാറ്റ് ഇസ് നോട്ട് എ ക്യാഷ് ഫ്ലോ. റിഡംഷൻ ഇസ് നോട്ട് എ ക്യാഷ് ഫ്ലോ. ഓക്കെ ആണോ? യെസ് സർ. അപ്പൊ ക്യാഷ് ഫ്ലോ എന്റെ കയ്യിൽ നിന്നും ഇറങ്ങി പോകുന്ന ബാധ്യതകൾ ഐഡന്റിഫൈ ചെയ്തു. മൈ ലയബിലിറ്റി ഇസ് നത്തിങ് ബട്ട് പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഔട്ട്ഫ്ലോസ്. എന്താടാ ലയബിലിറ്റി എത്രയാ? പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്. ഒന്നും വേണ്ട, നമ്മൾ ഷെയറിന്റെ ഫണ്ട് പഠിച്ചു. P0 ഷെയറിന്റെ വാല്യൂ എന്താ? ഷെയറിന്റെ വാല്യൂ ഇസ് നത്തിങ് ബട്ട് ഡിവിഡൻഡ് മോഡൽ എന്ന് പറഞ്ഞില്ലേ. ഇറ്റ് ഇസ് എ പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ഡിവിഡൻഡ്. അതല്ലേ D ഡിവൈഡഡ് ബൈ KE എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്ത്, അല്ലെങ്കിൽ D1 ഡിവൈഡഡ് ബൈ KE മൈനസ് G എന്നൊരു ഫോർമുല പഠിച്ചിട്ടില്ലേ? യെസ് സർ. ഇന്നത്തെ ഒരു ഷെയറിന്റെ മൂല്യം എന്താന്ന് പറഞ്ഞാൽ ആ ഷെയറിൽ നിന്നും നാളെ വരുന്ന ക്യാഷ് ഫ്ലോ, ഇന്നോട് വരുന്ന ക്യാഷ് ഫ്ലോ. പക്ഷെ ഇവിടെ മാത്രം ഇത് ഇറിഡീമബിൾ ആ. ഡിബെഞ്ചേഴ്സ് ഇക്വിറ്റി ഷെയർ ഇറിഡീമബിൾ ആയ കാരണം ഇത് പെർപെച്യൂറ്റിയുടെ പ്രസന്റ് വാല്യൂ ആ. എന്താടാ? FM-ല് കോൺസെപ്റ്റ് പറ. ഇക്വിറ്റി ഷെയർസിന്റെ പ്രസന്റ് വാല്യൂ എടുക്കാൻ പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർസിൽ എത്ര നാള് ഡിവിഡൻഡ് കിട്ടും? 1 കൊല്ലം ഡിവിഡൻഡ്, 2 കൊല്ലം ഡിവിഡൻഡ്, അതോ ഇൻഫിനിറ്റ് ഡിവിഡൻഡ്? ഇൻഫിനിറ്റ്. 5 കൊല്ലം ഡിവിഡൻഡ് എന്ന കോൺസെപ്റ്റ് ഇല്ല. ആസ് ലോങ് ആസ് ബിസിനസ് ഇസ് ദേർ, dividend will be there, and business is said to have a perpetual, company is said to have a perpetual succession. അങ്ങനെയല്ലേ പഠിച്ചേക്കണേ? യെസ് സർ. ഗോയിങ് കൺസേൺ, പോയിക്കൊണ്ടേയിരിക്കും, പൂട്ടുന്ന കൺസെപ്റ്റ് അല്ല. ആണോ? യെസ് സർ. അപ്പോ ഇവിടെ പ്രസന്റ് വാല്യൂ എടുക്കാൻ പറഞ്ഞാൽ ടേബിളിൽ സോൾവ് ചെയ്യാൻ പറ്റുമോ? ടേബിൾ വരച്ച് ഇയർ 1, 2, 3, 4 അങ്ങനെ വരച്ച് സോൾവ് ചെയ്യാൻ പറ്റുമോ? നോ. കാരണം ഇത് അൺബൗണ്ടഡ് ആണ്, ഇത് പോയിക്കൊണ്ടിരിക്കുക, അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിന് പ്രസന്റ് വാല്യൂ ഓഫ് എ പെർപെച്യൂറ്റി, പ്രസന്റ് വാല്യൂ ഓഫ് എ പെർപെച്യൂറ്റി ഫോർമുലയാണ് whatever is your cash flow divided by your rate. Cash flow divided by your rate. Is that okay? പക്ഷെ ഡിബെഞ്ചർ അങ്ങനെയാണോ? ഡിബെഞ്ചർ, ഈ പറയുന്ന ഡിബെഞ്ചർ അങ്ങനെയല്ല. ഇവിടെ 3 ക്യാഷ് ഫ്ലോയേ ഉള്ളൂ. അത് കാരണം എനിക്ക് എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ ഇയർ 1, ഇയർ 2, ഇയർ 3 എന്റെ നേച്ചർ എന്താടാ? നേച്ചർ എന്ന് പറഞ്ഞാൽ കൂപ്പൺ 1, കൂപ്പൺ 2, കൂപ്പൺ 3. ക്യാഷ് ഫ്ലോ എത്രയാ? 10,000. 10,000 3 ക്യാഷ് ഫ്ലോ. ഡിസ്കൗണ്ട് ഫാക്ടർ മാർക്കറ്റ് റേറ്റിൽ 15% പറഞ്ഞു തന്നെ. ഓ, ഇത് എളുപ്പത്തിൽ ആന്യൂറ്റി എടുക്കാം. ഇത് 1, 2, 3 ഇങ്ങനെ എഴുതണ്ട, 1-3 എഴുതിയാൽ മതി. കൂപ്പൺ ഗിവ് മീ വാട്ട് ഇസ് ദി ആന്യൂറ്റി ഫാക്ടർ? 1 ഡിവൈഡഡ് ബൈ 1.15. 1, 2, 3 GT എത്രയാടാ? 2.283. So give me what is present value? 22,832.
Perfect. Now coming to the discussion. What is a financial liability? Read it out loud. Financial liability is present value of future cash flows discounted at market rate. Coupon discount idu. So what is my present value? 22,830. പക്ഷെ നമുക്ക് കയ്യിൽ കാശ് എത്രയുടെ കിട്ടിയത്? നമുക്ക് ഇഷ്യൂ പ്രൈസ് എത്രയായിരുന്നു? ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തപ്പോൾ എത്ര രൂപയെ കിട്ടിയത്? 95,000. അപ്പൊ അവര് പറയുകയാണ് ഈ 95,000 ഇത് പ്യുവർ ലോൺ ആയിരുന്നെങ്കിൽ, ഞാൻ ഇതാണ് എന്റെ EMI ആയിട്ടല്ല അടച്ചെങ്കിൽ 22,830 രൂപയുടെ ലോണേ കിട്ടാൻ പാടുള്ളൂ. കാരണം 22,830 രൂപയുടെ ലോൺ ആണെങ്കിൽ അത് 10,000 വെച്ച് അടച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റ്ലി ടാലി ആവും. കാണിച്ചു തരാം. നൗ സീ ദിസ്. ഇന്ന് ലോൺ എടുത്തത് 22,830 ആണ്. ഫസ്റ്റ് കൊല്ലം തിരിച്ചടച്ചത് 10, രണ്ടാമത്തെ കൊല്ലം തിരിച്ചടച്ചത് 10, മൂന്നാമത്തെ കൊല്ലവും തിരിച്ചടച്ചത് 10 ആണെങ്കിൽ ഇതിന്റെ IRR നോക്കിക്കോ. എത്രയുടെ IRR വന്നേ? 15%. മനസ്സിലായോ? 15% റേറ്റ് എങ്കിൽ 22,000 രൂപ ലോൺ എടുത്താൽ 10,000 അടച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. അപ്പൊ ഇവര് പറയുവാണ് ഇപ്പൊ 10,000 വെച്ച് 3 തവണ തിരിച്ചടവ് വരുവാണെങ്കിൽ 15% റേറ്റ് എങ്കിൽ ഇറ്റ് ഇസ് ആസ് ഗുഡ് ആസ് ലോൺ ഇസ് ഹൗ മച്ച്? 22,830. അപ്പൊ 22,830 അല്ലേ ലോൺ കിട്ടാൻ പാടുള്ളൂ. പക്ഷെ നിനക്ക് ഇപ്പൊ എത്ര എമൗണ്ടാ കിട്ടിയേക്കണേ? 95,000. എന്ന് പറഞ്ഞാൽ ആ ബാക്കിയുള്ള എമൗണ്ട് എന്താ? It's equity. അതാണ് ഷെയർ അപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെന്റ്. ആ 3000 ഷെയർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ മണിയാണ് ബാക്കി. മനസ്സിലായോ? Yes sir. 95,000 പ്യുവർ ലയബിലിറ്റി ആയിട്ട് എത്രയേ ഉള്ളൂ? 22,830. അപ്പൊ ബാക്കിയുള്ള ഇസ് നത്തിങ് ബട്ട് ഇക്വിറ്റി കോമ്പണന്റ്. ആ ഷെയർ മേടിക്കാൻ, കാരണം നിങ്ങൾക്കറിയാം നാളെ നീ ഷെയർ ഹോൾഡർ ആവും. അപ്പൊ ആ ഷെയറിന് വേണ്ടിയിട്ട് നീ എത്ര രൂപയാണ് അഡീഷണൽ കൊടുത്തേക്കുന്നത്? ഇസ് ദാറ്റ് ക്ലിയർ? 72,000. Yes sir. അപ്പൊ ഇവിടെ എനിക്ക് മനസ്സിലായി ലയബിലിറ്റി എനിക്ക് എത്രയാണ്? ലയബിലിറ്റി എന്നുള്ളത് ഇറ്റ് ഇസ് 22 and remaining is equity component. Remaining is equity component. Okay. Remaining Yes, is sir. equity component. ഒരു സെക്കൻഡ്, 1 second. Okay, so I was able to split the issue proceeds into what is pure liability and what is equity. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലയബിലിറ്റിക്ക് നമുക്ക് എന്ത് ചെയ്യടാ? അമോർട്ടൈസേഷൻ ടേബിൾ വരയ്ക്കാൻ പാടില്ലേ? Yes sir. ലയബിലിറ്റി എത്ര രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്തത്? 22,830 അല്ലേ? Yes. അതിന്റെ ക്യാഷ് ഫ്ലോസ് എന്താ? 10, 10, 10. 3 കൊല്ലം കഴിയുമ്പോൾ ലയബിലിറ്റി 0 ആവണ്ടേ? Yes sir. അപ്പൊ ലയബിലിറ്റി നമ്മൾ സാധാരണ അമോർട്ടൈസേഷൻ ടേബിൾ വരച്ച് ലയബിലിറ്റിനെ അക്കൗണ്ട് ചെയ്ത് ക്ലോസ് ചെയ്യും. മനസ്സിലായോ? Yes. അങ്ങനെയാണെങ്കിൽ ജേർണൽ എൻട്രി എന്താ? നമ്മുടെ ഇയർ 0 ജേർണൽ എൻട്രി എന്താ? ഇയർ 0 നമുക്ക് കയ്യിൽ കാശ് എത്ര കിട്ടിയത്? 95 അല്ലേ? 95,000. അതില് ഡിബെഞ്ചർ എന്ന് പറഞ്ഞ ലയബിലിറ്റി എത്രയേ ഉള്ളൂ? 22,830. 22,830. ബാക്കിയുള്ളത് ഡിബെഞ്ചർ എന്ന് പറഞ്ഞ ഇക്വിറ്റി ആണ്. മനസ്സിലായോ? Yes sir. 72,170. ഇതിനെയാണ് കോമ്പൗണ്ട് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? Yes sir. ഇനി എൻഡ് ഓഫ് ഇയർ 1 ഇൻട്രസ്റ്റ് അക്രൂ ആവും. എത്ര ഇൻട്രസ്റ്റ് അക്രൂ ആവുക? ഇവിടെ ടേബിളിലുണ്ട്. എത്രയാടാ? 3,424. ഓക്കെ. ഇൻട്രസ്റ്റ് 3,424 ടു ഡിബെഞ്ചർ ലയബിലിറ്റിയിലേക്ക് വരില്ലേ? Yes sir. പക്ഷേ there is a outflow. ക്യാഷ് പേ ചെയ്യണ്ട്. എത്ര രൂപ? 10,000.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് പേയ്മെന്റ് ഡിബെഞ്ചർ ലയബിലിറ്റി ടു ക്യാഷ് 10,000. ക്ലിയർ? യെസ് സർ. അപ്പൊ ഇതിന്റെ അർത്ഥം നീ പറയുന്നത് ഈ 10,000 രണ്ട് പേയ്മെന്റ് ഉണ്ട്. ഇൻട്രസ്റ്റ് എത്ര പേ ചെയ്തു? 3424 പേ ചെയ്തു. പ്രിൻസിപ്പൽ ആ ലോൺ എന്ന് പറഞ്ഞ പ്രിൻസിപ്പളിലോട്ട് എത്ര പേ ചെയ്തടാ നോക്കട്ടെ. 10,000 മൈനസ് 3424 ഇസ് ഈക്വൽ ടു 6,576. അങ്ങനെ 6,576 പോയി കഴിഞ്ഞാൽ ലോൺ ഓൾറെഡി 22 ആയിരുന്നു. അതിൽ നിന്നും പ്രിൻസിപ്പൽ റീപേയ്മെന്റ് വന്നു കഴിഞ്ഞാൽ ബാക്കി ക്ലോസിംഗ് ലോൺ എത്രയായിരിക്കും? 16,254. 22,830 minus 6,576 എത്രടാ? 16,254. അതാണ് ഇവിടെ വന്നേക്കുന്നത്. Can you see that? Yes sir. അടുത്ത കൊല്ലം പിന്നെയും ഇൻട്രസ്റ്റ് ഡ്യൂ, പിന്നെ ഔട്ട്ഫ്ലോ, പിന്നെയും ഇൻട്രസ്റ്റ് ഡ്യൂ, ഔട്ട്ഫ്ലോ ആവുമ്പോഴേക്കും ലോൺ 0 ആയി പോകും. ഓക്കെ. എന്നിട്ട് ശരിക്കും 3000 ഷെയർ കൊടുക്കില്ലേ? അപ്പൊ എന്റെ ബാലൻസ് ഷീറ്റിൽ ഒരു ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ 72,000 ഉണ്ടേ. അവസാനം ശരിക്കും ഇക്വിറ്റി ഷെയർ കൊടുക്കുമ്പോൾ ഡിബെഞ്ചർ ഇക്വിറ്റി 72,170 ഡെബിറ്റ് ചെയ്യും ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 3000 ഇൻറ്റു 10 രൂപ. അപ്പൊ 3000 ഇൻറ്റു 10 30,000. ബാക്കിയുള്ളത് സെക്യൂരിറ്റീസ് ലിമിറ്റ്. ക്ലിയർ ആണോ? യെസ് സർ. അപ്പൊ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ സാധനം വരുന്നത് ശരിക്കും ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോഴാണ്. Is that okay? അന്ന് വരെ ഇറ്റ് ഇസ് എൻ ഇക്വിറ്റി പോർഷൻ. ഒരു ഇക്വിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് എക്സിബിറ്റ് ചെയ്യണം 72,000 രൂപ. ആർ യു ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദിസ്? ചാറ്റ് ബോക്സിൽ കൺഫേം ചെയ്തേ. Are you guys able to understand this? Yes sir. അപ്പൊ ഇതിനെയാണ് കോമ്പൗണ്ട് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏതൊരു ബേസിക് ഫണ്ടമെന്റൽ ആയിരുന്നു? സബ്സ്റ്റൻസ് ഓഫ് ദി ട്രാൻസാക്ഷൻ. ക്ലിയർ? നമ്മൾ സബ്സ്റ്റൻസ് ഓവർ ഫോം വെറുതെ തിയറിറ്റിക്കൽ ആയിട്ട് പറയുന്നതിന് പകരം ഓരോ സ്റ്റാൻഡേർഡിൽ അത് എങ്ങനെ അപ്ലൈ ചെയ്തു എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ വിത്ത് മാത്സ് കാണിച്ചു തന്നപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ലേ? what is expected from Ind AS? Clear? Yes sir. നമ്മുടെ വാം അപ്പ് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത് സബ്സ്റ്റൻസ് ഓവർ ഫോമിൽ മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണോ? Ind ASന്റെ സബ്സ്റ്റൻസ് ഓവർ ഫോം എന്താണെന്ന് നിങ്ങളെ ഒന്ന് പറഞ്ഞ് ബോധിപ്പിക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ 3 ദിവസത്തെ ക്ലാസ് നടന്നത്. ക്ലിയർ? യെസ് സർ. ഇങ്ങനെ വേറെ 2-3 ദിവസം കൂടി കഴിഞ്ഞാലാണ് Ind ASന്റെ ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. ഇതുവരെയും ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കയറിയിട്ടില്ല. ബേസിക് ആയിട്ട് ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്യുകയാണ്. വാട്ട് ഈസ് Ind AS? What is substance over form? So substance over form is something is not to be written in paper. Is something that has to be applied into a situation. Clear ano? Yes sir. So that way we have covered. Now, ഇന്നത്തെ session കഴിഞ്ഞു. Now, can someone help me out with summarizing what was done today? So thank you Aradhi for the support. Thank you sir. ആർക്കെങ്കിലും ഒന്ന് സമ്മറൈസ് ചെയ്യാൻ പറ്റൂടാ ഇന്ന് എന്താ പഠിച്ചതെന്ന്? It will be beneficial for you guys if you can summarize. ഞാൻ ഹെൽപ്പ് ചെയ്തു തരാം. With the help you should be able to summarize. Is there anyone ready for it? ആർക്കെങ്കിലും അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടോ? അതോ ക്ലാസ് ഇവിടെ എൻഡ് ചെയ്യണോ? You tell me. What do you want, sir? Do you want to stop the class right now, or do you want to summarize what is done? പേടിക്കേണ്ട എന്താണ് ആവശ്യമുള്ളത്? ക്ലാസ്സിൽ പറഞ്ഞത് സമ്മറൈസ് ചെയ്യാനല്ലേ, ലേണിംഗിന്റെ ഒരു ഭാഗം തന്നെ അത്. എസ്പെഷ്യലി ദോസ് പീപ്പിൾ ഹു ആർ പ്രിപ്പയറിംഗ് ഫോർ നവംബർ എക്സാമിനേഷൻ പ്രൊആക്റ്റീവ് സ്റ്റെപ്പ് ഒന്ന് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി വെരി ഗുഡ്. You will be doing your learning from class itself. You can complete the entire learning from class. There is nothing like you have to sit again to learn the subject. Para, should I summarize? What is that you want? Chat box il onnu confirmation message ചെയ്തേ. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? What is expected from class? ആരെങ്കിലും ഒന്ന് ഇനീഷ്യേറ്റീവ് എടുക്കോ? ഫൈനലൊക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ, ഒന്ന് ഇനീഷ്യേറ്റീവ് എടുക്കടാ.
കണ്ണും പൂട്ടി പറയാനല്ല പറയുന്നത്, ഡെഫിനറ്റ്ലി ഐ സപ്പോർട്ട് യു. ഇപ്പൊ ആരതി, ഇപ്പൊ ഇന്ന് തന്നെ ആരതി, ഐ വാസ് ഹെൽപ്പിംഗ് ഹർ ആൻഡ് ഷി വാസ് ഏബിൾ ടു റെസ്പോണ്ട്. ദാറ്റ് ഇസ് ഇറ്റ്, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഞാൻ ആരെങ്കിലും പേര് വിളിക്കണോ? അതായിരിക്കും നല്ലതല്ലേ. So Kiran, are you there? Unmute ആയിട്ടുണ്ട്, but I can't hear you. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മൈക്കിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയില്ല. Can't hear you. ഭാവന, ഭാവന, are you there? അവിടെ ആരും ഇല്ലേ? എല്ലാരും പോയാ? ടെസ്റ്റ് മൈക്ക്. അപ്പൊ ടെസ്റ്റ് ചെയ്ത് നോക്ക്. maybe they are asking whether you will be able to hear your own voice. Just എന്തെങ്കിലും സംസാരിച്ചു നോക്ക്. See whether you are able to hear your own voice. If it is happening, that means your mic is working fine. Else there is some problem with your microphone. In the meantime, can anyone help me out? Sachin Thomas, are you there? Is that possible for you? Okay. അപ്പൊ നാളെ തൊട്ട് എന്തായാലും സി നെക്സ്റ്റ് ടുമോറോ വി ഡോണ്ട് ഹാവ് ക്ലാസ്. നാളെ നമുക്ക് ക്ലാസ് ഇല്ല. നെക്സ്റ്റ് സാറ്റർഡേ നമുക്ക് ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ഇനി അടുത്ത ക്ലാസ് വിൽ ബി ഓൺ മൺഡേ. ക്ലിയർ? ഞാൻ പെട്ടെന്നൊന്ന് റീക്യാപ്പ് ചെയ്യാം. നമ്മൾ ഇതുവരെയും ചെയ്തത് CA ഫൈനലിന്റെ FRന്റെ ബേസിക് ഫണ്ടമെന്റൽസിന് വേണ്ടി Ind AS ആണ് നമ്മുടെ മെയിൻ കോർ സബ്ജക്ട്. നമ്മൾ ഓൾറെഡി AS പഠിച്ചിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും ഇത്രയും കൂടിയും ഇൻ ഡെപ്ത് സബ്സ്റ്റൻസ് ഓവർ ഫോമിന് കൂടുതൽ ഒരു പ്രാധാന്യം Ind AS കൊടുക്കുന്നുണ്ട്. അത് എങ്ങനെ കൊടുക്കുന്നു വെറുതെ തിയറി പറയണതിന് പകരം അത് ഇത്തിരി നമ്പർ ക്രഞ്ചിങ് വെച്ച് കഴിഞ്ഞ 2 ദിവസമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അതില് പ്യുവർ ലയബിലിറ്റി ഇൻസ്ട്രുമെന്റ് വരുവാണെങ്കിൽ എങ്ങനെ IRR കമ്പ്യൂട്ട് ചെയ്യാം, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് യുവർ CA ഇന്റർമീഡിയറ്റ് ഡിസ്കഷൻ. ആ IRR കമ്പ്യൂട്ട് ചെയ്തപ്പോൾ സിംഗിൾ ക്യാഷ് ഫ്ലോ ആണെങ്കിൽ ട്രയൽ ആൻഡ് എററിന്റെ ആവശ്യമില്ല എന്ന് പ്രൂവ് ചെയ്തു. ഫോർമുല വെച്ച് സോൾവ് ചെയ്യാം. മൾട്ടിപ്പിൾ ക്യാഷ് ഫ്ലോ വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ട്രയൽ ആൻഡ് എറർ വേണം. മൾട്ടിപ്പിൾ ക്യാഷ് ഫ്ലോയിൽ തന്നെ നിശ്ചിത എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് റിഡംഷൻ ആണെങ്കിൽ ഒരു ഷോർട്ട് കട്ട് ഫോർമുല വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അത് KDയുടെ ഫോർമുലയാണെന്ന് പറഞ്ഞു തന്നു. ഇറ്റ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് ഐ ഹാവ് ടോട്ട് യു ഫ്രഷ് at CA final level. It is a recap of what is learned at a CA inter level. And in the varchekna table, this table, whatever this amortization table was there in CA intermediate, for which chapter higher purchase interest component computation confirm cheyan pattu. Higher purchase ingane interest a principle atra a oru computation higher purchase already ullada. So it is not new that I am teaching you. അപ്പൊ ഇത് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇൻഫാക്ട് ഇത് തന്നെയാണ് ലീസില്, ഫൈനാൻസ് ലീസില് AS19 പഠിപ്പിച്ചേക്കുന്നത്. ബട്ട് ദേ യൂസ് എ വേർഡ് ഇംപ്ലിസിറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ. ഇംപ്ലിസിറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് എ ലീസ്. അവിടുത്തെ ഇംപ്ലിസിറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ തന്നെയാണ് ഇവിടുത്തെ ഇഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ്. അല്ലെങ്കിൽ അവിടെ കോൺസ്റ്റന്റ് പീരിയോഡിക് റേറ്റ് എന്ന് പറഞ്ഞൊരു വേറെ ഫോർമുലയും കൂടിയുണ്ട്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അല്ലെങ്കിൽ അവിടെ ആ പഠിച്ച ഏരിയ തന്നെയാണ് ഇവിടെയും നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്നത്. I haven't taught you anything new. The only new stuff that I've taught you, sir, കാശ് കൊടുക്കുവാണെങ്കിൽ കാശ് കൊടുക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ അത് ബാധ്യതയാണെന്നും ക്യാഷ് കൊടുക്കാൻ ഒരു റെസ്പോൺസിബിലിറ്റിയും ഇല്ല,
അല്ല ഷെയർ കൊടുക്കാനാണ് ബാധ്യതയെങ്കിൽ ഇത് ഇക്വിറ്റി ആണെന്നുമാണ് ഞാൻ ആകെ നിങ്ങളോട് പഠിപ്പിച്ചേക്കുന്ന ഒരു ചെറിയ ഫണ്ടമെന്റൽ. am I right or wrong? ബാക്കിയുള്ള നമ്പർ ക്രഞ്ചിങ് എല്ലാം ഇന്റർമീഡിയറ്റിൽ പഠിച്ചേക്കുന്ന നമ്പർ ക്രഞ്ചിങ് ആണ്. ഇറ്റ് ഇസ് നോട്ട് ന്യൂ ഫോർ യു ഗൈസ്. So that is the summary of what we have done so far. Clear? So tomorrow we don't have session. Maybe tomorrow I'll give the book for printing. Apo Saturday book print ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് ഡിസ്പാച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ സാറ്റർഡേ തന്നെ ഡിസ്പാച്ച് ചെയ്യാൻ നോക്കാം. അല്ല നിങ്ങൾക്ക് വന്ന് കളക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക ഹൗ ഇറ്റ് ക്യാൻ ബി ഡെലിവേർഡ് ടു യു. ഓക്കെ. Ashish, in the PDF already, soft copy of PDF is already uploaded in eLearn platform. Maybe you will be able to view it. That already എനിക്ക് തോന്നുന്നു last day തന്നെ uploaded ആണ്. Print ചെയ്യാൻ പറ്റില്ല. It is not a printable PDF that will be making available. You will be able to view each and everything. അതിന്റെ hard bound copy is what will be making you available. അപ്പോ print ചെയ്യാൻ പറ്റുന്ന soft copy won't be made available. Is that okay? But if you want to see all this, it is already there in your eLearn platform. Adonnu confirm cheyanam. And moreover, every communication, please make use of your channel. Ningalku ipo class upload aayilla, delay avandengil aa channel il message cheyi, allengil aa group il, aa telegram group il allengil channel il message cheyinnal, rather than directly messaging me, you please use the channel or the group for all messages. Okay, ella കമ്മ്യൂണിക്കേഷനും വേണ്ടി ചാനൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് യൂസ് ചെയ്യേ. അപ്പോൾ ക്ലാസ് എങ്ങാനും അപ്ലോഡ് ചെയ്യാൻ ഡിലേ ആയി കഴിഞ്ഞാൽ ചാനലിൽ മെസ്സേജ് ഫോർ ദി കൺസേൺഡ് കോർഡിനേറ്റർ ക്യാൻ സീ ഇറ്റ്. അതുപോലെ തന്നെ ഇപ്പോൾ എവ്രി വൺ പ്ലീസ് ഡു ചെക്ക് ഇൻ അഗൈൻസ്റ്റ് യുവർ ഇ ലോഗിൻ പ്ലാറ്റ്ഫോം ID whether you are able to see the what PDF ക്ലാസ് പ്രോപ്പർ ആയിട്ട് നമ്പർ ചെയ്ത് വരണ്ടോ, ക്ലാസ് 1 ക്ലാസ് 2 എന്ന് പറഞ്ഞ് നമ്പർ ചെയ്ത് വന്നിട്ടുണ്ടോ. നമ്പർ ചെയ്തിട്ടില്ലെങ്കിൽ മെസ്സേജ് ചെയ്യും. ചിലപ്പോൾ അവർ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്പറിങ് ചെയ്യില്ല. അപ്പൊ നാളെ ഒരു 10 ദിവസം കഴിഞ്ഞ് എടുത്ത് കാണുമ്പോൾ യു വിൽ ഹാവ് ഡൗട്ട് ഏത് ക്ലാസ് ആണ് ഓർഡർ ചിലപ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. സോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബുക്കിന്റെ ഇപ്പോൾ കൊറിയറിങ് എന്തെങ്കിലും പറ്റി അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ പ്ലീസ് മേക്ക് യൂസ് ഓഫ് ദി ഒഫീഷ്യൽ ചാനൽ. ഇസ് ദാറ്റ് ഓക്കെ? ടെലഗ്രാം ചാനൽ. സോ നെക്സ്റ്റ് ലൈവ് ക്ലാസ് വിൽ ബി ഓൺ മൺഡേ. ക്ലിയർ? ഒപ്പം പറയുന്നു LICയുടെ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ 2 ദിവസം കൂടി സമയമുണ്ട്. അതിനുള്ളിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, ബൈ ബൈ, ഗുഡ് ഡേ.